അച്ചടക്കത്തോടുകൂടി ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന് 100 വയസ്സായിട്ടും അതിൻ്റെ വാർദ്ധക്യത്തിന്റെ യാതൊരു ലക്ഷണവുമില്ലാതെ യൗവനത്തിന്റെ കുതിപ്പും പ്രസരിപ്പും വിജയോത്സാഹവും എല്ലാം കൃത്യമായി പ്രകടിപ്പിക്കുന്ന ഒരത്ഭുത പ്രസ്ഥാനമായി രാഷ്ട്രീയ സ്വയംസേവക സംഘം ഇപ്പോഴും നിലനിൽക്കുകയാണ്. അനുഭാവികൾക്ക് ആദരവും അഭിമാനബോധവും നൽകിക്കൊണ്ടും എതിരാളികൾക്ക് ഉൾക്കിടലം ഉണ്ടാക്കിക്കൊണ്ടും സംഘം അതിൻ്റെ വളർച്ചയുടെ ഒരു വലിയ നാഴികക്കല്ല് കൂടി താണ്ടുകയാണ്. പഴയ കാലത്ത് പ്രവർത്തിച്ച പല ആളുകളും ഇവിടെ ഇരിക്കുന്നുണ്ട്. അന്നത്തെ കാലഘട്ടത്തിൽ സംഘപ്രവർത്തനം നടത്തുമ്പോൾ അവരൊക്കെ പറയുമായിരുന്നത് അവർ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയെ കുറിച്ച് ആരും ഒന്നും സംസാരിക്കുന്നില്ല, നമ്മൾ പോയിട്ട് അങ്ങോട്ട് പറയണം. പത്രം അരിച്ചു പെറുക്കി പരിശോധിച്ചാലും RSS എന്ന് പറയുന്ന ഒരു വാക്കുണ്ടാവില്ല. എവിടെയും RSS ഇല്ല. അപ്പൊ അന്നവർ വിചാരിക്കുമായിരുന്നു പോലും സംഘത്തിനെ ചീത്ത പറയാനെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് അച്ചടിച്ച് RSS എന്ന് വായിക്കാൻ കഴിയണമായിരുന്നു പത്രങ്ങളിൽ നിന്ന്. അന്ന് ചാനലൊന്നും ഇല്ലല്ലോ. അങ്ങനെ RSS എന്ന് പറയുന്നത് അവഗണനയുടെ പരകോടിയിൽ തള്ളിയിരുന്ന വളരെ ദുർബലമായ ഒരു സംഘടനയാണ് എന്ന് മറ്റുള്ളവർ വിശേഷിപ്പിച്ചിരുന്ന, അതുകൊണ്ട് തന്നെ പരിഗണിക്കേണ്ടതല്ലാത്ത ഒരു ശക്തിയാണ് എന്നുള്ളതുകൊണ്ട് ആരും പരിഗണിക്കാതിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, അവഗണനയുടെ കാലം. പക്ഷെ ഇന്നിപ്പോ നോക്കുമ്പോ രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന് പറയുന്ന പ്രസ്ഥാനമാണ് എവിടെയും ചർച്ചാ വിഷയം. ചിലർ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ പറയുന്നത് RSS എന്ന് പറഞ്ഞിട്ടാണ് എഴുന്നേൽക്കുന്നത്. പിന്നെ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും എപ്പോഴും അതന്നെ പറയണം. സംഘത്തിൽ ഉള്ളവരുടെ കാര്യമല്ല പറയുന്നത്. സംഘത്തിൽ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പാടുന്നത് സംഘമൊരേ ജപം ഹൃദയത്തുടിപ്പുകളാകണം, സംഘമാവണം എൻ്റെ ജീവിതം എന്തു ധന്യം ഇതിൽ പരം എന്ന് നമ്മൾ പാടിപ്പതിഞ്ഞതാണ്. നമ്മുടെ ഉള്ളിൽ മുദ്രിതമാണ് സംഘം എന്നുള്ള കാര്യം. പക്ഷേ നമ്മുടെ എതിരാളികൾ പലരും, സംഘത്തിനാരും ശത്രുക്കളില്ല, പക്ഷെ എതിരാളികളായി നമ്മളെ എതിരാളികളായി കാണുന്നവർ അവരും വിപരീത ഭക്തിയോടുകൂടി ഈ RSS എന്ന് പറയുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം അങ്ങനെ പറയുന്നവരുടെ ഒരു പാർട്ടിയുടെ ഒരു പത്രത്തിൽ ഞാനൊന്ന് വെറുതെ താല്പര്യത്തിന് വേണ്ടി ഞങ്ങൾ 2-3 പേര് RSS എന്ന് എത്ര വാർത്തയിൽ എത്ര സ്ഥലത്ത് ആ പത്രത്തിൽ അച്ചടിച്ച് വന്നിട്ടുണ്ട് എന്ന് നോക്കുമ്പോ 10-40 സ്ഥലത്ത് RSSനെ കുറിച്ച് അച്ചടിച്ച് വന്നിട്ടുണ്ട്. എതിരാളികളുടെ പത്രത്തിൽ അവരിങ്ങനെ നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. RSS എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതായത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സംഘം സർവത്ര ചർച്ചാ വിഷയമായിരിക്കുന്നു. ഇന്ന് സംഘത്തെ അവഗണിച്ചുകൊണ്ട് ആർക്കും മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്ന് മാത്രമല്ല, 100 വർഷം നീണ്ടുനിന്ന നിസ്തന്ത്രമായ നിശബ്ദമായ സമർപ്പിതമായ രാഷ്ട്ര സേവനത്തിന്റെയും ദേശീയ ജാഗരണത്തിന്റെയും അടിസ്ഥാനത്തിൽ നമ്മൾ നടത്തിയ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് സംഘം ഈ രാഷ്ട്രത്തിന്റെ വിശാലമായ 145 കോടി ജനങ്ങളുള്ള വൈവിധ്യമാർന്ന ജീവിത വീക്ഷണങ്ങളും സാമൂഹ്യമായിട്ടുള്ള കാഴ്ചപ്പാടുകളുമുള്ള വ്യത്യസ്തമായ പ്രദേശങ്ങളുടെ ഒരു സംഘാതമായ ഈ ഭാരതം എന്ന ഈ മഹത്തായ രാഷ്ട്രത്തിന്റെ ഭാവി ഭാഗധേയത്തെ നിർണയിക്കാൻ കെൽപ്പുള്ള കരുത്തുള്ള ഒരു മഹാപ്രസ്ഥാനമായി സംഘം വളർന്ന് പടർന്ന് പന്തലിച്ചിരിക്കുകയാണ്. സത്യത്തിൽ നമ്മുടെ 1000 വർഷം നീണ്ടുനിന്ന നമ്മുടെ നാട്ടിലെ അടിമത്തം അത് ഏറ്റവും പരിക്കേൽപ്പിച്ചത്
നമ്മുടെ ധർമ്മത്തിനാണ്, നമ്മുടെ സനാതന ധർമ്മത്തിനാണ്, നമ്മുടെ ഹിന്ദു സംസ്കൃതിക്കാണ് എന്ന് നമുക്കറിയാം. കാരണം നമ്മുടെ സംസ്കാരത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ്, നമ്മുടെ ജീവിത മൂല്യങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ്, നമ്മുടെ മാനബിന്ദുക്കളെയും ഇല്ലാതാക്കാൻ വേണ്ടിയാണ്, നമ്മുടെ ആരാധനാലയങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ്, നമ്മുടെ ഈശ്വരാവതാരങ്ങളുടെ ക്ഷേത്രങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഭാരതത്തിന്റെ രാഷ്ട്രഗാത്രത്തിലേക്ക് ഇരമ്പിയാർത്ത് വന്ന വൈദേശിക ശക്തികൾ നമ്മുടെ നാടിന്റെ നെഞ്ചുകൂടം തകർത്തുകൊണ്ട് അവർ ഈ നാടിനെ കീഴടക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുമ്പോൾ ഹിന്ദുവിനെ തകർക്കാനാണ്, ഹിന്ദുത്വത്തെ തകർക്കാനാണ് ഒന്നാമതായി ശ്രമിച്ചത് എന്നത് നമ്മുടെ ചരിത്രത്തിന്റെ സാക്ഷ്യമായി നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെയുള്ള പരിശ്രമങ്ങളിലൂടെ, 1000 കൊല്ലത്തെ പരിശ്രമങ്ങളിലൂടെ ഈ നാട്ടിലേക്ക് കടന്നു വന്ന അലക്സാണ്ടറുടെ കാലം മുതൽ വന്ന യവനന്മാർ, അതുപോലെ നമ്മുടെ നാട്ടിൽ വന്ന ശകന്മാർ, ഹൂണന്മാർ, താർത്താരിയന്മാർ, പിന്നീട് നമ്മുടെ നാട്ടിലേക്ക് ആക്രമികമായി വന്ന മുഗളന്മാർ, തൊട്ടുള്ള ആധിപത്യ ശക്തികൾ, പിന്നീട് അവസാനം വന്ന യൂറോപ്യന്മാർ, ഡച്ചുകാർ, പോർട്ടുഗീസുകാർ, ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ, അവരെല്ലാവരും കൂടി പരിശ്രമിച്ച് നമ്മുടെ രാഷ്ട്രത്തിന്റെ ഉണ്മയെ, നമ്മുടെ രാഷ്ട്രത്തിന്റെ തനിമയെ, നമ്മുടെ രാഷ്ട്രത്തിന്റെ തന്മയെ, ഈ രാഷ്ട്രത്തിന്റെ സ്വത്വത്തെ, അസ്മിതയെ, ഐഡന്റിറ്റിയെ, അതിനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തിയതിന്റെ ഭാഗമായി മെല്ലെ ഈ സനാതനധർമ്മം ചെരിഞ്ഞ് മറിഞ്ഞ് വീഴാൻ നോക്കുകയായിരുന്നു. അങ്ങനെ ചെരിഞ്ഞ് വീഴാൻ നോക്കുന്നിടത്ത് വീണതിന് ഇടയിൽ അതിൻ്റെ ഒരു വേരറ്റത്തു നിന്ന് ഭാരതത്തിന്റെ മധ്യഭാഗത്ത് 1925 അതിന്റെ ഒരു വേരറ്റത്ത് നിന്ന് കടുത്ത ഒരു മുള പൊട്ടി, നല്ല കരുത്തുറ്റ ഒരു മുള പൊട്ടി 100 വർഷം മുമ്പ്. ആ മുള ഒരു കൊച്ചു ചെടിയായി, അത് ശാഖോപശാഖകളായി വളർന്ന് നമ്മുടെ ധർമ്മത്തിന് വർദ്ധിത വീര്യം നൽകി, സനാതന ധർമ്മത്തിന് ഏറ്റവും സമുജ്വലമായ ഭാവാംശങ്ങൾ നൽകി, അതങ്ങനെ പടർന്ന് പന്തലിച്ച് ഈ രാഷ്ട്രത്തിന് തണൽ നൽകുന്ന ഒന്നായി വളർന്നതാണ് ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 100 വർഷത്തെ ചരിത്രം. അതാണ് സംഘത്തിന്റെ വളർച്ചയുടെ ചരിത്രം എന്ന് പറയുന്നത്. നിശ്ചയമായും അത് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും അത് എത്തിയിരിക്കുകയാണ്. ഇന്നിപ്പോ ആളുകൾ സംഘത്തെ എതിർക്കാൻ വേണ്ടിയാണെങ്കിലും എങ്ങനെയാണെങ്കിലും സംഘത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന്റെ സംഗത്യവും അത് തന്നെയാണ്. പക്ഷെ പലപ്പോഴും ആളുകൾ സംഘത്തെ അടുത്ത് നിന്ന് മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. സംഘവും ഒരു പ്രസിദ്ധി പരാമുഖ സംഘടനയാണ്. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന കാര്യം വിളിച്ചു പറയുക, അല്ലെങ്കിൽ അത് പൊതുയോഗം നടത്തുക, ആളുകളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെയുള്ള പരിപാടികൾ നടത്തുക, സംഘം അങ്ങനെ ഒരു ശൈലി സ്വീകരിച്ചിട്ടില്ല. ഞങ്ങൾ ഇന്നത് ചെയ്യുന്നുണ്ട്, അത് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട് എന്ന് വിളിച്ചു പറയുക, തെരുവോരങ്ങളിൽ അതിന്റെ അടിസ്ഥാനത്തിൽ പബ്ലിക് പരിപാടികൾ നടത്തുക എന്നുള്ള ഒരു രീതിയും സംഘത്തിനില്ല. നമ്മൾ ചെയ്യുന്ന കാര്യം നിശബ്ദമായി നമ്മളങ്ങനെ ചെയ്യുകയാണ്. നമ്മൾ ചെയ്യുന്ന കാര്യം ഈ അമ്മയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ്, ഈ പരാശക്തിക്ക് വേണ്ടി ചെയ്യുന്നതാണ്, ഈ രാഷ്ട്രത്തിന് വേണ്ടി ചെയ്യുന്നതാണ്, ഈ രാഷ്ട്രത്തിന് ഉണർവിന് വേണ്ടി ചെയ്യുന്നതാണ്, ഉയർച്ചയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ അമ്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്നുള്ള പുറത്തു പോയിട്ട് വിളിച്ചു പറയേണ്ട ഒരു കാര്യമല്ല. അത് മക്കളുടെ ദൗത്യമാണ്, ധർമ്മമാണ്, നമ്മുടെ ഒരു കർത്തവ്യമാണ്, കടമയാണ് എന്ന നിലയിലാണ് നമ്മൾ ഈ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ നാടിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മളെ സംഘത്തിന്റെ രൂപീകരണം നടന്നത് എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി നമ്മൾ ആത്യന്തികമായ പരിഹാരം ഈ സംഘടിത സമാജം ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മുടെ സമാജത്തിന്റെ, ഹിന്ദു സമാജത്തിന്റെ അനൈക്യമാണ്. ആ അനൈക്യം തീർത്ത വിള്ളലിലൂടെയാണ്, വിടവിലൂടെയാണ് വിദേശികൾ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നത്. ആ അനൈക്യം ഇല്ലാതാക്കുക എന്നുള്ളതാണ്, ഐക്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് സംഘപ്രവർത്തനത്തിന്റെ ഒരു അടിസ്ഥാനപരമായ പ്രമാണം സംഘടിത സമാജമാണ്, രാഷ്ട്രത്തിന്റെ പ്രാണൻ എന്നതാണ്. നമ്മുടെ സമൂഹത്തെ സംഘടിതമാക്കുക എന്നുള്ളതാണ്, അതിനെ കരുത്തുറ്റതാക്കുക എന്നുള്ളതാണ്. അത് വിഘടിതമായതാണ്, അത് ശിഥിലമായതാണ്, അത് തമ്മിലടിച്ചതാണ്, അതിനിടയിൽ വൈഭിന്യത ഉളവായതാണ് നമ്മുടെ അനൈക്യത്തിന്റെ കാരണം.
നമ്മൾ അതുകൊണ്ട് എല്ലാ വൈഭിന്നതകളും മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഐക്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട നമ്മുടെ പ്രവർത്തനത്തിന്റെ ആശയം എന്ന് പറയുന്നത് ഹിന്ദു ഉണർന്നാൽ ദേശം ഉണർന്നു എന്നുള്ളതാണ്. ഈ രാഷ്ട്രത്തിന്റെ ദേശീയതയുടെ പേരാണത്. ഈ രാഷ്ട്രാത്മാവിന്റെ പേരാണ് ഹിന്ദു എന്ന് പറയുന്നത്. ഹിന്ദു എന്നത് അതേതെങ്കിലും സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ ഏതെങ്കിലും തരത്തിൽ നമുക്ക് അപകർഷതയുണ്ടാക്കേണ്ടുന്ന ഒരു പദമല്ല. അത് ഈ രാഷ്ട്രാഭിമാനത്തിന്റെ പേരാണ്, രാഷ്ട്രത്തിന്റെ ആത്മാവിന്റെ പേരാണ്, ഈ രാഷ്ട്രത്തിന്റെ തന്മയുടെ പേരാണ്, ഈ രാഷ്ട്രത്തിന്റെ നന്മയുടെ പേരാണ്, ഈ രാഷ്ട്രത്തിന്റെ ഉണ്മയുടെ പേരാണ്, ഈ രാഷ്ട്രത്തിന്റെ മൂല്യങ്ങളുടെ പേരാണ് ഹിന്ദു എന്ന് പറയുന്നത്. ആ ഹിന്ദു എന്ന ആ പദം അത് ഈ രാഷ്ട്രത്തിന്റെ സ്വഭാവത്തിന്റെ പേരാണ്. ഈ നാട് എങ്ങനെയാണോ ലോകത്തെ മറ്റു ജനതയിൽ നിന്നും വ്യത്യസ്തമാകുന്നത്, ലോകത്തെ മറ്റു രാഷ്ട്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാകുന്നത്, ആ വ്യത്യസ്തതയുടെ പേരാണ് ഹിന്ദു എന്ന് പറയുന്നത്. വളരെ പ്രസിദ്ധമായ സവർക്കറൊക്കെ ഉദ്ധരിക്കുമാറുണ്ടായിരുന്ന പുരാണത്തിലെ ഒരു ശ്ലോകത്തിൽ പറയുന്നത് പോലെ, ആ സിന്ധു സിന്ധു പര്യന്ത തസ്യ ഭാരത ഭൂമിക മാതൃഭൂ പുണ്യഭൂശ്ചൈവ സവൈ ഹിന്ദു രിതി സ്മൃത എന്നാണ്. ആരാണോ ഹിമാലയത്തിന്റെ തെക്കും സമുദ്രത്തിന്റെ വടക്കുമായി കിടക്കുന്ന ഈ ഭാരതം, ഈ രാഷ്ട്രം എന്റെ മാതൃഭൂമിയാണ്, എന്റെ അമ്മയാണ്, ഇതെന്റെ പെറ്റമ്മയാണ്, ഇതെന്റെ പോറ്റമ്മയാണ്, ഇതെന്റെ ജന്മഭൂമിയാണ്, ഇതെന്റെ കർമ്മഭൂമിയാണ്, ഇതെന്റെ ധർമ്മഭൂമിയാണ്, ഇതെന്റെ മോക്ഷഭൂമിയാണ് എന്ന് കരുതിയിട്ട് ആരാണോ ഈ അമ്മയെ സ്നേഹിക്കുന്നത്, ഈ രാഷ്ട്രത്തെ സ്നേഹിക്കുന്നത്, അവരെല്ലാവരും ഈ രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുക്കളാണ് എന്നുള്ളതാണ്. നമ്മുടെ അമ്മ എന്നുള്ള നിലക്കാണ്, മാതൃഭൂമി എന്നുള്ള നിലക്കാണ് ഈ കാഴ്ചപ്പാട്. നമ്മുടെ ഈ രാഷ്ട്രത്തിന്റെ ഏറ്റവും ആദിമമായ മഹാഗ്രന്ഥമായ വേദത്തിലെ ഏറ്റവും പ്രചണ്ഡമായ ഉദ്ഘോഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മാതാ ഭൂമി പുത്രോഹം പൃഥിവ്യ എന്നാണ്. ഭൂമി നമ്മുടെ അമ്മയാണ്, നമ്മളെല്ലാം അതിന്റെ മക്കളാണ് എന്നുള്ളതാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഭൂമി നമ്മുടെ അമ്മയാണ്, നമ്മളെല്ലാം അതിന്റെ മക്കളാണ് എന്നുള്ളത്. നമ്മുടെ നാട്ടിൽ ഭാരതാംബ എന്ന് പറയുന്നത്, ഭാരതമാതാവ് എന്ന് പറയുന്നത് ഒരു വലിയ വിവാദമായ ഒരു കെട്ടകാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഒരു ഭരണാധികാരി അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഭാരതമാതാവിന്റെ ഒരു ചിത്രം വെച്ചു എന്നുള്ളത് നമ്മുടെ നാട്ടിൽ എന്തൊക്കെ കോലാഹലങ്ങളാണ് ഉണ്ടാക്കിയത്, എന്തൊക്കെ ചർച്ചകളാണ് നടന്നത്, എത്ര അന്തിച്ചർച്ചകളാണ് നടത്തുന്നത്. ഭാരതമാതാവ് എന്ന് വിളിക്കുന്നത് എന്തോ ഗർഹണീയമായ ഏതോ ഒരു കൊടുംപാതകമാണ് എന്നൊക്കെയാണ് പറയുന്നത്. ആയിരക്കണക്കിന് വർഷമായി നമ്മുടെ നാടിനെ ഗ്രസിച്ച വൈദേശിക അടിമത്തത്തിന്റെ തുടലുകൾ പൊട്ടിച്ചെറിയാൻ വേണ്ടി സ്വാതന്ത്ര്യബോധത്തിന്റെ ബട്ടവാഗ്നിയുമായി സ്വാതന്ത്ര്യത്തിനു വേണ്ടി അടരാടിയ നമ്മുടെ നാട്ടിലെ ധീരാത്മാക്കളായ സ്വാതന്ത്ര്യ സമര സേനാനികളായ ആളുകൾ തൂക്കുമരത്തിൽ തൻകളനാളം തൻ കയ്യാലെ ചേർത്ത് പുഞ്ചിരി തൂകി ഇഞ്ചിഞ്ചായി മരിക്കുന്ന സന്ദർഭത്തിലും നെഞ്ചു പൊട്ടുമാർ ഉച്ചത്തിൽ വിളിച്ചത് ഭാരത് മാതാ കി ജയ് എന്നാണ്. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആ ഒരു പോരാട്ട ഭൂമികളെല്ലാം വിദേശികൾ അവരുടെ തോക്ക് ചീറി അമറിക്കൊണ്ട് അവരുടെ വെടിയുണ്ട ചീറി വരുന്ന സന്ദർഭത്തിലും നെഞ്ച് പൊട്ടുമാറ് ഈ നാട്ടിലെ ധീരദേശാഭിമാനികൾ ഭാരത് മാതാ കി ജയ് എന്നാണ് വിളിച്ചത്. അങ്ങനെ സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ മുട്ടുകുത്തിക്കാൻ വേണ്ടി ഈ നാട്ടിലെമ്പാടും നടന്ന സമര പോരാട്ടങ്ങളിൽ പോരാളികൾക്ക് ചൂടും ചൂരും ഉഷിരും പകർന്നു നൽകിയ ഇതെന്റെ അമ്മയാണ് എന്ന മഹത്തായ കാഴ്ചപ്പാടോടുകൂടിയിട്ടുള്ള ആ മുദ്രാവാക്യത്തിന്റെ ഊഷ്മളതയും ആ മുദ്രാവാക്യത്തിന്റെ ഉർവരതയുമെല്ലാം അവഹേളിച്ചുകൊണ്ട്, ആ സ്വാതന്ത്ര്യ സമര സേനാനികളെയെല്ലാം അവഹേളിച്ചുകൊണ്ട് ഭാരത മാതാവ് എന്ന് വിളിക്കുന്നത് എന്തോ ഒരു പാതകമാണ് എന്ന നിലയിൽ ചിന്തിക്കുന്ന ഒരു കാലമാണിത്. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 75 വർഷം കഴിഞ്ഞിട്ടും ഇങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് എന്നത് നമ്മൾ കാണാതിരുന്നുകൂടാ. ഒരു കാലത്ത് നമ്മുടെ സ്വാമി വിവേകാനന്ദൻ അദ്ദേഹം പറയുകയുണ്ടായി, കന്യാകുമാരി എന്ന് പറയുന്ന ഇപ്പോൾ ആ വിവേകാനന്ദ കേന്ദ്രം നിൽക്കുന്ന സ്ഥലത്ത് ശ്രീപാദപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലമായിരുന്നു. അവിടെ കന്യാകുമാരി ദേവിയുടെ കാലടി പതിഞ്ഞ സ്ഥലം എന്ന നിലക്ക് ഒരു പാറയിൽ കാലടി ഉണ്ടായിരുന്നു.
അതൊരു ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ആദരണീയമായ ആരാധ്യമായ ഒരു തീർത്ഥസ്ഥലിയായിരുന്നു, പവിത്ര സങ്കേതമായിരുന്നു. ആ സ്ഥലത്ത് 3 സമുദ്രങ്ങൾ ഒരുമിച്ച് ചേരുന്ന ആ സ്ഥലത്ത് സ്വാമി വിവേകാനന്ദൻ കടലിലെടുത്ത് നീന്തി ആ പാറയിൽ ചമ്രം പടിഞ്ഞിരുന്ന് 3 ദിനരാത്രങ്ങൾ വിവേകാനന്ദൻ ഒരു ഏകാന്ത ധ്യാനം നടത്തുകയുണ്ടായി. ആ ധ്യാനത്തെക്കുറിച്ച് പിന്നീട് അദ്ദേഹം പറഞ്ഞത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ആ ധ്യാനത്തിൽ അദ്ദേഹം ധ്യാനിച്ചത് ഭാരതാംബയെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. 3 ദിനരാത്രങ്ങൾ തുള്ളി വെള്ളം കുടിക്കാതെ ചമ്രം പടഞ്ഞിരുന്ന് ചുറ്റും ചീറി അലയ്ക്കുന്ന കടലലമാലകളുടെ ഹുങ്കാര ശബ്ദത്തെ ചെവി കൊടുക്കാതെ തന്റെ മനസ്സും വപുസ്സും സമ്പൂർണമായി സമർപ്പിച്ചുകൊണ്ട് സ്വാമിജി അവിടെ ധ്യാനിച്ചത് ഈ ഭാരതാംബയാണ്. ആ ഭാരതത്തിന്റെ രൂപം അദ്ദേഹം സമോഹനമായി വിവരിച്ചിട്ടുണ്ട്. വടക്ക് ഹിമാലയം കിരീടമാക്കിക്കൊണ്ട്, അമ്മയുടെ രൂപം പറയാണ്, വടക്ക് ഹിമാലയം കിരീടമാക്കിക്കൊണ്ട് 2 കൈകൾ 2 സമുദ്രത്തിലേക്ക് നീട്ടിവെച്ചിരിക്കുകയാണ്. കിഴക്ക് ശൃംഗപുരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കൈ നീട്ടിയിരിക്കുകയാണ്. അഖണ്ഡ ഭാരതത്തിന്റെ ഒരു മനോഹരമായ ചിത്രമാണ് സ്വാമിജി പറയുന്നത്. കിഴക്ക് ശൃംഗപുരി, ഇന്നതിന്റെ പേര് സിംഗപ്പൂർ എന്നാണ്. അത് ഭാരതത്തിന്റെ ഭാഗമായിരുന്നു. ഒരു കൈ ശൃംഗപുരിയിലേക്ക് നീട്ടിവെച്ചിരിക്കുകയാണ്. മറ്റൊരു കൈ നീട്ടിവരിച്ചിരിക്കുന്നത് അങ്ങ് ആര്യാവർത്തം എന്ന് പറയുന്ന പഴയ ആര്യാവർത്തമാണ്. ഇന്ന് ആ നാടിന്റെ പേര് ഇറാൻ എന്നാണ്. 100-600 കൊല്ലം മുമ്പ് അതിന്റെ പേര് ആര്യാവർത്തം എന്നാണ്. അത് ഈ ഭാരതത്തിന്റെ ഭാഗമായിരുന്നു. 2 കൈകൾ 2 സമുദ്രത്തിലേക്ക്, ശൃംഗപുരിയിലേക്കും ആര്യാവർത്തത്തിലേക്കും 2 കൈകൾ നീട്ടിവെച്ചുകൊണ്ട് ഹിമാലയം കിരീടമാക്കിയിട്ട് അമ്മ ഇങ്ങനെ ശയിക്കുകയാണ്. ആര്യാവർത്തത്തിന്റെ ഇപ്പുറത്ത് ഉപഗണസ്ഥാനമുണ്ട്, പഴയ ഉപഗണസ്ഥാൻ. ഇപ്പോൾ അതിന്റെ പേര് അഫ്ഗാനിസ്ഥാൻ എന്നാണ്. 100-500 കൊല്ലം മുമ്പ് അത് ഉപഗണസ്ഥാനമായിരുന്നു. അതിന്റെ മേലെ ഉണ്ട് പഴയ ഗാന്ധാര ദേശമുണ്ട്. ഇന്ന് അതിന്റെ പേര് കാണ്ഡഹാർ എന്നാണ്. ആ ഗാന്ധാര ദേശത്ത് നിന്നാണ് മഹാഭാരതത്തിലെ ഗാന്ധാരി വന്നത്. ഭാരതത്തിന്റെ ഭാഗമായിരുന്നു അത്. കുറച്ചും കൂടി അപ്പുറത്തേക്ക് പോകുമ്പോൾ ത്രിവിഷ്ടമം എന്ന പഴയ പ്രദേശമുണ്ട്. ചൈനയെന്ന് കൈവശപ്പെടുത്തിയിരിക്കുന്ന തിബത്ത് എന്ന് പറഞ്ഞത് ഈ ഭാരതത്തിന്റെ ഭാഗമായിരുന്നു. കുറച്ചും കൂടി അപ്പുറം പോകുമ്പോ ബ്രഹ്മദേശം എന്ന് പറയുന്ന ഒരു നാടുണ്ടായിരുന്നു. അത് ഭാരതത്തിന്റെ ഭാഗമായിരുന്നു. അതിപ്പോൾ ബർമ എന്നാണ്. അതിപ്പോൾ അത് വീണ്ടും പേര് മാറ്റിയിട്ട് മ്യാൻമാർ എന്ന പേര് വന്നിരിക്കുകയാണ്. ആ 47 ആഗസ്റ്റ് 15 വരെ നമ്മുടെ ഭാരതത്തിന്റെ അഖണ്ഡ ഭാഗമായിരുന്ന പാകിസ്ഥാനും ബംഗ്ലാദേശും ഉൾപ്പെടെയുള്ള ഭാഗം. അങ്ങനെ നമ്മുടെ അമ്മയുടെ മനോഹരമായ ആ ഗാത്രം, 2 കൈകൾ 2 സമുദ്രത്തിലേക്ക് നീട്ടിയിട്ട് ശിരസ് ഹിമാലയമാക്കിക്കൊണ്ട്, കിരീടം ഹിമാലയമാക്കിക്കൊണ്ട് അമ്മ 2 കാലും 3 സമുദ്രങ്ങൾ ഒരുമിച്ച് ചേരുന്ന കന്യാകുമാരിയിലേക്ക് 2 കാലും നീട്ടിക്കൊണ്ട് അമ്മ ഇങ്ങനെ ശയിക്കുമ്പോൾ ആ മാതാവിന്റെ തൃച്ചേവടികൾ രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞ പോലെ നീല സിന്ധുജല ദൗത ചരണതല എന്ന് വിശേഷിപ്പിച്ച ആ അമ്മയുടെ പാതാര ബിന്ദങ്ങളിൽ 3 സമുദ്രങ്ങളിലെ തിരമാലകളുടെ സ്വച്ഛന്ത ജലം വന്ന് തഴുകുന്ന ആ കാലടിക്ക് തൊട്ടു താഴെയായി ഒരു താമര വിടർന്നു നിൽക്കുന്നത് പോലെ ശ്രീലങ്കയുമുള്ള രാഷ്ട്രത്തെ കുറിച്ചുള്ള ഒരു മനോഹരമായ ദൃശ്യം മനസ്സിൽ അങ്കുരിപ്പിച്ചുകൊണ്ടാണ് വിവേകാനന്ദൻ തപസ് ചെയ്ത്. അതായിരുന്നു ഭാരതം. അതാണ് അഖണ്ഡ ഭാരതം എന്ന് പറയുന്ന ഏറ്റവും ഉജ്ജ്വലമായ രൂപം. ആ അഖണ്ഡ ഭാരതം എന്ന രൂപത്തെ അമ്മയായി കണ്ടുകൊണ്ടാണ് മഹർഷി അരവിന്ദൻ തന്റെ തപസ് നടത്തിയത്. ആ അഖണ്ഡ ഭാരതത്തെ സാക്ഷാത്കരിച്ചുകൊണ്ടാണ്, സത്മീകരിച്ചുകൊണ്ടാണ് പൂജനീയ ഗുരുജി തന്റെ ധ്യാനങ്ങൾ നിർവഹിച്ചിരുന്നത്. ആ അഖണ്ഡ ഭാരതത്തെ മനോമുഖരത്തിൽ പ്രതിബിംബിച്ചുകൊണ്ട് തന്നെയാണ് ത്രേതായുഗ കാലത്ത് ദശമുഖ രാവണന്റെ ദർപ്പമടക്കിയ കോദണ്ഡ രാമൻ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ രാവണനെ യുദ്ധത്തിൽ തോൽപ്പിച്ചതിന് ശേഷം അയോധ്യയിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോൾ അടുത്ത് വന്നിട്ട് അനുജൻ പറയുകയാണ്, ലക്ഷ്മണൻ ചേട്ടാ നമുക്ക് ഇവിടെ തന്നെ താമസിച്ചാലോ, ലങ്ക അതിസുന്ദരമാണ്, സ്വർണമയമാണ്, അയോധ്യയിൽ പോണം, ഇവിടെ കൂടിയ പോരെ എന്ന് ലക്ഷ്മണൻ ചോദിക്കുമ്പോൾ ആ ലക്ഷ്മണനെ തന്റെ അടുത്തു ചേർത്ത് നിർത്ത് മൂർധാവിൽ മുകർന്നുകൊണ്ട് ശ്രീരാമൻ പറയുന്ന മനോഹരമായ ഒരു വാചകമുണ്ട്. മോനെ ലക്ഷ്മണ, നീ പറഞ്ഞത് ശരിയാണ്, ലങ്ക സ്വർണമയം തന്നെയാണ്. പക്ഷേ നമ്മുടെ അയോധ്യ
അത് നമ്മുടെ പിറന്ന നാടാണ്. പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തേക്കാൾ മഹത്തരമാണ് എന്ന ബി ഹൈമവതിയിലങ്ക നമോ ലക്ഷ്മണ രോചരെ ജനനി ജന്മഭൂമിശ്ച സ്വർഗാദപിഗരീയസി എന്ന് ത്രേതായുടെ കാലത്ത് പറയുമ്പോൾ ശ്രീരാമചന്ദ്രൻ അനുജനോട് പറയുമ്പോൾ അതൊരു വലിയ ആഹ്വാനമാണ്, വലിയ ഒരു ഉത്ബോധനമാണ്. ദേശസ്നേഹികളെ സംബന്ധിച്ചിടത്തോളം പെറ്റമ്മയും പിറന്ന നാടും എന്ന് പറയുന്നത് ഏത് വൈശിഷ്ട്യ സ്വർഗത്തിനും അപ്പുറത്തേക്ക് നമ്മുടെ അമ്മയെ കുറിച്ചുള്ള സങ്കല്പനമാണ് എന്നത്. അങ്ങനെയുള്ള ഭാരതമാതാവ്, ആ ഭാരതമാതാവിനെ ആദരിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു കാലമാണ് ഇപ്പോൾ. ഇവിടെ മറ്റൊരു കാര്യവും കൂടിയാണ്. കഴിഞ്ഞ ഒരു 3-4 മാസം മുമ്പ് ഇവിടെ ഗുരുപൂജ നടത്തി, ഗുരുവിനെ വന്ദിച്ചു എന്ന് പറഞ്ഞിട്ട് വലിയൊരു ചർച്ചയായി. ചില വിദ്യാലയങ്ങളിൽ കുട്ടികൾ ഗുരുവിനെ വന്ദിച്ചു, അവരുടെ കാല് തൊട്ട് നമസ്കരിച്ചു. അപ്പൊ പുരോഗമനവാദികളുടെ ഹാലിളക്കം ഉണ്ടായി. കാല് പിടിക്കുകയോ അതൊരു പ്രാകൃതമാണ്, പിന്തിരിപ്പനാണ്, മൂരാച്ചിത്രമാണ്, അതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പുരോഗമനത്തിനെതിരാണ് എന്നൊക്കെ പറഞ്ഞ് കുറെ ആളുകൾ രംഗത്ത് വന്നു. അങ്ങനെ ഇതൊക്കെ ഈ സംസ്കൃതിയുമായി ബന്ധപ്പെട്ടത് ആചരിക്കുന്നതൊക്കെ അതൊക്കെ വളരെ മോശമാണ് എന്ന നിലയിലാണ് പ്രചരണം. വിജയദശമി എന്ന് പറയുന്നത് ആയിരക്കണക്കിന് വർഷമായി നമ്മുടെ നാട് ആചരിക്കുന്ന ഒന്നാണ്. വിജയദശമിയുമായി ബന്ധപ്പെട്ട കാര്യം, മഹിഷാസുരന്റെ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ധർമ്മത്തിന്റെ വിജയമാണ് ആത്യന്തികമായി വിജയദശമി എന്ന് നമ്മൾ പറയും. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പഴയ കാലത്ത് ധർമ്മവും അധർമ്മവും ഏറ്റുമുട്ടുന്ന സമയത്ത് ധർമ്മം മാത്രമല്ല ജയിച്ചിരുന്നത്, അധർമ്മവും പലപ്പോഴും ജയിച്ചിരുന്നു എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. അധർമ്മം ജയിക്കുമോ ധർമ്മം ജയിക്കുന്നോ എന്നുള്ളതല്ല പ്രശ്നം. കാരണം നടക്കുന്ന യുദ്ധമാണ്. ധർമ്മത്തിന്റെ പക്ഷമാണെന്നുള്ളത് കൊണ്ട് മാത്രം ജയിക്കണമെന്നില്ല. ദേവന്മാർ തോറ്റിട്ടുണ്ട്, അസുരന്മാർ ജയിച്ചിട്ടുണ്ട്. അത്തരമൊരു സന്ദർഭമായിരുന്നു അത്. മഹിഷാസുരൻ എന്ന് പറയുന്ന അസുരൻ, ആ അസുരൻ അയാള് വരബലം കൊണ്ട് കരബലം കൊണ്ട് 3 ലോകങ്ങളും കീഴടക്കി. അയാൾ ഒറ്റക്ക് മാത്രമായിരുന്നു. അയാൾ ആ ഒരു അതിസാഹസികനായ പക്ഷെ നിപുണനായ ഒരു ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തിന്റെ മന്ത്രിസഭയെ കുറിച്ചൊക്കെ ദേവി ഭാഗവത്തിൽ പറഞ്ഞത് കേട്ടാൽ വായിച്ചാൽ അത്ഭുതം തോന്നിപ്പോകും. അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രി ബിഡാൽ എന്ന് പറയുന്ന പ്രധാനമന്ത്രി, അദ്ദേഹത്തിന്റെ താമ്രൻ എന്ന് പറയുന്ന ധനകാര്യമന്ത്രി, ആ ധനകാര്യമന്ത്രി ഉജ്ജ്വലനായ ഒരു ധനകാര്യ വിദഗ്ധനായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതിരോധ മന്ത്രി കരുത്തനായ ഒരാളായിരുന്നു, പ്രതിരോധ വിദഗ്ധനായിരുന്നു. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ശുക്രാചാര്യനായിരുന്നു. അദ്ദേഹത്തിന്റെ മന്ത്രിമാർ ഓരോരുത്തരും കരുത്തരായിരുന്നു, കഴിവുറ്റവരായിരുന്നു. അങ്ങനെ ഒരു ടീം ഉണ്ടായിരുന്നു. ആ ടീമിന്റെ ഒരു ലീഡറായിരുന്നു മഹിഷാസുരൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഏകഛത്രാധിപതിയല്ല, ഒരു അദ്ദേഹത്തിന്റെ ഒരു ചുറ്റുമുള്ള ആളുകളും കരുത്തന്മാരായ ആളുകളായിരുന്നു എന്നാണ്. അപ്പൊ ഒരു യുദ്ധം എന്ന് പറയുന്നത്, ആ യുദ്ധം എങ്ങനെയാണ് ജയിക്കുന്നത്? ഇപ്പോഴും യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് പലതരത്തിലുള്ള യുദ്ധങ്ങൾ നമ്മുടെ ലോകത്ത് നടക്കുന്നുണ്ട്. ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധവും ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധവും അങ്ങനത്തെ യുദ്ധം മാത്രമല്ല, പലതരത്തിലുള്ള യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. ആയുധങ്ങളിൽ മാറ്റമുണ്ട്. കാലം മാറി വരുമ്പോൾ ആയുധം മാറി വരും. അപ്പോൾ ഒരു യുദ്ധം എങ്ങനെയാണ് ജയിക്കുന്നത് എന്ന് വളരെ പ്രധാനമാണ്. യുദ്ധം ജയിക്കണമെങ്കിൽ ആ യുദ്ധത്തിന് നേതൃത്വം കൊടുക്കുന്ന നേതാവ്, വിനായകൻ, അത് വളരെ പ്രധാനമാണ്. ആ നേതാവിന്റെ ക്വാളിറ്റികൾ പ്രധാനമാണ്. ആ നേതാവിന്റെ ആസൂത്രണ വൈഭവം പ്രധാനമാണ്. തന്റെ സേനയെ കൂടെ നിർത്താനുള്ള അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി വളരെ പ്രധാനമാണ്. അപ്പൊ ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം നേതൃത്വം എന്ന് പറയുന്നത് ഒരു യുദ്ധം ജയിക്കാൻ വളരെ പ്രധാനമാണ്. ആ നേതൃത്വത്തിന്റെ കർമ്മശേഷി, കാര്യകർത്തൃശേഷി, ആസൂത്രണ വൈഭവം, ഇതൊക്കെ വളരെ പ്രധാനമാണ്. രണ്ടാമത് ഒരു യുദ്ധം ജയിക്കണമെങ്കിൽ അവർ പ്രയോഗിക്കുന്ന ആയുധം വളരെ പ്രധാനമാണ്. ആ ആയുധം ആധുനികമായിരിക്കണം, കാലാനുസൃതമായിരിക്കണം. ആ ആയുധം പ്രയോഗിക്കുന്നുള്ള വൈദഗ്ധ്യവും വളരെ പ്രധാനമാണ്. ആ സ്കില്ല് വേണം. അങ്ങനെ നേതൃത്വത്തിന്റെ കഴിവ്, പ്രയോഗിക്കുന്ന ആയുധത്തിന്റെ മേന്മ, അത് പ്രയോഗിക്കുന്നതിനുള്ള അവരുടെ വൈദഗ്ധ്യം, യുദ്ധം നടത്തുന്ന സമയത്ത് നേതാവിന്റെ ഇച്ഛക്കനുസരിച്ച്, ആഗ്രഹത്തിനനുസരിച്ച് കൂടെ നിൽക്കുന്ന സേനയുടെ ഒരുമ, താൻ വിജയിച്ച് അടങ്ങും എന്ന, തന്റെ രാഷ്ട്രം വിജയിച്ച് അടങ്ങും എന്ന തന്റെ സേനയെ
വിജയിച്ച് അടങ്ങുമെന്നും ആ പോരാട്ടത്തിൽ വേണമെങ്കിൽ ജീവൻ കൊടുക്കാനും തയ്യാറാണെന്നുമുള്ള അവരുടെ സമർപ്പണ ബോധം, ഇതെല്ലാം ചേർന്നാണ് ഒരു നാടിനെ വിജയിപ്പിക്കുന്നത്, ഒരു സേനയെ വിജയിപ്പിക്കുന്നത്. അത്തരം കാര്യം ചെയ്യുന്നത് അധർമ്മികളായിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് നല്ലൊരു നേതാവുണ്ട്, സേനയുണ്ട്, ആയുധമുണ്ട്, അത് പ്രയോഗിക്കാനുള്ള കഴിവ് അവർക്കുണ്ട്, അത് പ്രയോഗിക്കുന്നതിൽ ശേഷിയും ശേഷയും ഉശിരുമുള്ള സേനയും അവർക്കുണ്ടെങ്കിൽ അവര് ജയിക്കും. അധർമ്മിയായതുകൊണ്ട് അവർ ജയിക്കില്ലെന്ന് പറയാൻ പറ്റില്ല. ധർമ്മത്തിന്റെ പക്ഷത്താണ് ഇതുള്ളതെങ്കിൽ അവർ ജയിക്കും. പക്ഷെ ധർമ്മത്തിന്റെ പക്ഷത്ത് ആ സമയത്ത് ശൈഥില്യമായിരുന്നു, അവർക്ക് ഒരുമയുണ്ടായിരുന്നില്ല, അതുകൊണ്ട് അവർ തോറ്റു. അവർ വെവ്വേറെയാണ് പോരാടിയത്, അതുകൊണ്ട് തോറ്റു. എതിരാളിയെ കുറിച്ച് അവർ പഠിച്ചില്ല, അതുകൊണ്ട് അവർ തോറ്റു. എതിരാളിക്ക് ഒരു വരമുണ്ടായിരുന്നു എന്ന കാര്യം അവർ അറിഞ്ഞില്ല. അവസാനം മഹാവിഷ്ണുവാണ് അത് കണ്ടുപിടിച്ച് പറഞ്ഞു കൊടുത്തത്. മഹിഷാസുരനെ ഒരു പുരുഷന് കൊല്ലാൻ കഴിയില്ല. അതായിരുന്നു ആ യുദ്ധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്വിസ്റ്റായി മാറിയത്. ആ കണ്ടുപിടുത്തമാണ്. ബ്രഹ്മാവ് പണ്ടൊരു വരം കൊടുത്തിട്ടുണ്ട്, ദേവന്മാരത് മറന്നുപോയിരുന്നു. ഒരു പുരുഷന് കൊല്ലാൻ കഴിയില്ല മഹിഷാസുരനെ എന്ന്. അപ്പൊ അവർക്ക് തീരുമാനമെടുക്കേണ്ടി വന്നു, അവർക്ക് ചിന്തിക്കേണ്ടി വന്നു. മഹാവിഷ്ണുവും ദേവന്മാരെല്ലാവരും കൂടി ഒരുമിച്ച് കൂടി അവർ തീരുമാനിച്ചു, നമുക്ക് ഒരു സ്ത്രീയെ, ഒരു ദേവിയെ നമുക്ക് ഇവിടെ ഇപ്പോൾ സൃഷ്ടിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എല്ലാ ദേവന്മാരും അവരുടെ കരുത്ത്, അവരുടെ ശക്തി, ആ ശക്തിയുടെ ഒരംശം ദാനം ചെയ്യുകയാണ്. ആ ശക്തിയുടെ അംശത്തെ ദാനം ചെയ്തപ്പോ അതൊരു സംഹാരകാര്യ ശക്തിയായി മാറുകയാണ്. അതൊരു കലക്റ്റീവായിട്ടുള്ള ഒരു ശക്തിയായിട്ട് മാറുകയാണ്, സമർപ്പിത ശക്തിയായി മാറുകയാണ്. ആ ശക്തി വളർന്ന് സാകാര രൂപം കൊണ്ട് ചക്രസ്വാള സീമയോളം അത് ഉയർന്ന് വളർന്ന് പൊങ്ങിയപ്പോഴാണ് ദുഷ്ടേന ഇത് നിഗ്രഹ എന്ന് പറയുന്ന ദുർഗയായി അത് രൂപാന്തരം പ്രാപിക്കുന്നത്. ആ ദുർഗയുടെ 10 കൈകളിലും എല്ലാ ദേവന്മാരും അവരവരുടെ ആയുധത്തിന്റെ കരുത്തിന്റെ അംശം സംഭാവന ചെയ്തപ്പോ അധുനാധുനമായ ആയുധങ്ങൾ ദേവിയുടെ കരങ്ങളിലെല്ലാം വരുമ്പോ ദശമുഖ പ്രഹരിണിയായിട്ട് അവൾ മാറുകയാണ്. 10 കൈകളിലും ആയുധമുള്ളവളായിട്ട് അവൾ മാറുകയാണ്. അങ്ങനെ ദുർഗ എല്ലാ ആയുധങ്ങളുള്ളവളായി, എല്ലാ കരുത്തുമുള്ളവരുമായി മാറി എന്ന് പറയുന്ന കഥ. ആ കഥയിൽ ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശം എന്താണ്? ചിതറിക്കിടക്കുന്ന നന്മയെ, ചിതറിക്കിടക്കുന്ന ഐശ്വര്യത്തെ, ചിതറിക്കിടക്കുന്ന കരുത്തിനെ, ആ കരുത്തിനെ സമാഹരിക്കുന്ന സമയത്താണ് ഏറ്റവും വലിയ ശക്തി ഉണ്ടാവുക. അതാണ് ഐക്യം. അങ്ങനെ ഒരുമിപ്പിക്കുന്ന സമയത്താണ് വിജയം ഉണ്ടാവുക. ആ വിജയമാണ്, ആ ഒരുമയുടെ പെരുമയാണ് വിജയത്തിന്റെ അടിസ്ഥാനം എന്ന ആ കാഴ്ചപ്പാടാണ് വിജയദശമിയുടെ അടിസ്ഥാനം. ആ വിജയദശമി ദിവസം തന്നെയാണ് ഇതേ കാഴ്ചപ്പാടോടുകൂടി രാഷ്ട്രീയ സ്വയം സേവക സംഘം രൂപം കൊണ്ടത് എന്നത് ഏറ്റവും ചരിത്രത്തിലെ ഒരു കാവ്യനീതി എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഈ ഐതിഹ്യത്തിന്റെ അന്തരാർത്ഥവും സംഘപ്രവർത്തനത്തിന്റെയും സംഘലക്ഷ്യത്തിന്റെയും അന്തരാർത്ഥവും എന്ന് പറഞ്ഞാൽ അക്ഷരവും അർത്ഥവും പോലെ യോജിച്ചു നിൽക്കുകയാണ്. സംഘടിത സമാജമാണ് രാഷ്ട്രത്തിന്റെ പ്രാണൻ എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാട് അനുസരിച്ചാണ് അത് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മൂല്യങ്ങളെയെല്ലാം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു കാലവും കൂടിയാണ്. സംഘം വളരുന്നു, നമ്മുടെ സമാജം ശക്തിപ്പെടുന്നു എന്നുള്ളതൊക്കെ ശരിയാണ്, പഴയ കാലമല്ല. സംഘരൂപീകരണത്തിന് കാരണമായ ഒരുപാട് സംഭവങ്ങൾ അന്ന് ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നൊരു പക്ഷേ നമ്മുടെ കേരളത്തിൽ നടന്നൊരു സംഭവമാണ്. അത് മലബാറിൽ നടന്നൊരു സംഭവമാണ്. 1921 ആ ലഹള നടക്കുന്നത്. ആ ലഹള എന്തായിരുന്നു കാരണം? ആ ലഹളക്ക് കാരണം ഈ നാടുമായി ബന്ധപ്പെട്ട ഒരു കാര്യവുമായിരുന്നില്ല. ആ ലഹളയ്ക്ക് കാരണമായിട്ടുള്ള ഖിലാഫത്ത് കലാപത്തിന് കാരണമായത് അത് തുർക്കിയിൽ നടന്നൊരു സംഭവമായിരുന്നു. ആ തുർക്കിയിലെ ഖാലിഫയെ ബ്രിട്ടീഷുകാർ പുറത്താക്കുന്നു. ആ പുറത്താക്കാൻ വേണ്ടി അവിടെ ഒരു പ്രക്ഷോഭം നടന്നിരുന്നു. ആ പ്രക്ഷോഭം നടത്തിയത് മുസ്ലിങ്ങൾ തന്നെയാണ്. മുസ്തഫ കമാൽ പാഷ എന്ന് പറയുന്ന അവിടുത്തെ യുവ നേതാവിന്റെ നേതൃത്വത്തിൽ മുസ്ലിങ്ങൾ, യുവാക്കൾ, പുനരുത്ഥാനവാദികൾ, നവോത്ഥാനവാദികൾ അവിടെ ഒരു പ്രക്ഷോഭം നടത്തുകയാണ്. ആ പ്രക്ഷോഭം നടത്തിയിട്ട് ഖലീഫയെ അവിടുന്ന് പുറത്താക്കുകയാണ്, സ്ഥാനഭ്രഷ്ടനാക്കുകയാണ്. ബ്രിട്ടീഷുകാരുടെ സഹായത്തോടു കൂടിയാണ് ചെയ്തത്. അപ്പൊ മുസ്ലിങ്ങൾ ആ ഖലീഫയെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഖിലാഫത്ത് എന്ന് പറയുന്ന ഒരു ആഹ്വാനം പുറപ്പെടുവിക്കുകയാണ്. അങ്ങനെ ലോകം മുഴുവനുള്ള മുസ്ലിങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് പോരാടണമെന്ന് പറഞ്ഞിട്ട് ഖിലാഫത്ത് ആരംഭിക്കുകയാണ്. നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമൊന്നുമില്ല ഇവിടെ. പക്ഷേ നമ്മുടെ നാട്ടിൽ ആ ഖിലാഫത്ത് എന്ന് പറയുന്നത് നമ്മുടെ അന്നത്തെ ദേശീയ പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏറ്റെടുക്കുകയാണ്.
അങ്ങനെ ഏറ്റെടുത്ത് അതിന്റെ ചരിത്ര വശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. നമ്മുടെ ഈ മലബാറിൽ, വിശേഷിച്ച് മലപ്പുറം ജില്ലയിലും മറ്റും, കോഴിക്കോട് ആ മലപ്പുറത്തോട് ചേർന്ന ഭാഗത്തെല്ലാം, അതിന്ന് കോഴിക്കോടിന്റെ ഭാഗമായിരുന്നു മലപ്പുറം എന്ന് പറയുന്ന പ്രദേശമൊക്കെ, ഏറനാട് താലൂക്ക്, വള്ളുവനാട് താലൂക്ക് എന്നൊക്കെ പറയുന്ന പ്രദേശങ്ങളൊക്കെ. ആ പ്രദേശങ്ങളിൽ ഖിലാഫത്ത് പ്രസ്ഥാനം ആർക്കെതിരായിട്ടാണ്? ബ്രിട്ടീഷുകാർക്കെതിരായിട്ടാണ്. എന്താണ് ഉദ്ദേശം? തുർക്കിയിലെ ഖലീഫയുടെ സ്ഥാനം പുനഃസ്ഥാപിക്കാനും. പക്ഷേ ഈ പ്രദേശങ്ങളിൽ അതൊരു കലാപമായി മാറി. ആ കലാപം ബ്രിട്ടീഷുകാർക്കെതിരായിട്ടല്ല വന്നത്, ഈ നാട്ടിലെ ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള കലാപമായിട്ട് മാറി. അതാണ് മാപ്പിള ലഹള എന്ന് പറയുന്ന കലാപം. 1921 നടന്ന സംഭവം. 10,000-ലധികം ആളുകൾ കൊല്ലപ്പെട്ട സംഭവമാണ്. 10,000-കണക്കിന് ആളുകൾ ഭവനരഹിതരായ സംഭവമാണ്. വീടുകൾ തകർക്കപ്പെട്ട് കത്തി നശിപ്പിക്കപ്പെട്ട സംഭവമാണ്. 50,000 ആളുകൾ അവിടുന്ന് അഭയാർത്ഥികളായി പല ഭാഗത്തേക്കും പോകേണ്ടി വന്ന സംഭവമാണ്. 50,000-ലധികം ആളുകൾ മതപരിവർത്തനം ചെയ്യപ്പെട്ട സംഭവമാണ് മാപ്പിള ലഹള എന്ന് പറയുന്നത്. 1 കൊല്ലത്തോളം നീണ്ടു നിന്ന സംഭവമാണ്. അപ്പൊ അന്ന് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഹാലടക്കം നടത്തിയ ആളുകൾ, വർഗീയവാദികൾ, ഇതൊക്കെ നടത്തുന്ന സന്ദർഭത്തിൽ പക്ഷെ അന്നത്തെ ഹിന്ദു സമൂഹത്തിന് അവർക്ക് ഈ വിധിയെല്ലാം ഏറ്റുവാങ്ങാൻ മാത്രമേ സാധിച്ചിരുന്നുള്ളൂ. മരിക്കാനും അതുപോലെ തന്നെ ജീവനുണ്ടെങ്കിൽ പലായനം ചെയ്യാനും മാത്രമേ സാധിച്ചിരുന്നുള്ളൂ എന്ന കാര്യം അന്ന് അഖില ഭാരതീയ തലത്തിൽ വലിയ ചർച്ചയായി. മഹാത്മാഗാന്ധിജിയൊക്കെ വളരെ വേദനയോടുകൂടി അതിനെക്കുറിച്ച് എഴുതിയ കാര്യമൊക്കെ ഉണ്ട്. അംബേദ്കർ അതിശക്തമായി ഈ മാപ്പിളകളെ നിശിതമായി വിമർശിച്ചു. രാഷ്ട്ര നേതാക്കളെല്ലാം ഇതിനെ അതിനിശിതമായി വിമർശിച്ചു. അങ്ങനെ വലിയൊരു ചർച്ചാ വിഷയമായിട്ട് 1921 മാപ്പിളലഹള മാറി. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് എന്നതിനെ കുറിച്ചുള്ള ചിന്തയും ചർച്ചയും ഉണ്ടായപ്പോ, കോൺഗ്രസിനുള്ളിലും അത് വലിയൊരു ചർച്ചയായി മാറിയപ്പോ, കോൺഗ്രസിലെ ദേശീയവാദികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പാഠമായി മാറി. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പിറവിക്ക് നിദാനമായ കാരണങ്ങളിൽ ഒന്നായിട്ട്, ഒരുപക്ഷെ ഏറ്റവും പ്രധാനമായ കാരണമായിട്ട്, ഇത്തരം ചില സാഹചര്യങ്ങൾ നമ്മുടെ രാഷ്ട്രത്തിൽ പലയിടത്തും ഉണ്ടാകുമ്പോ, കൂട്ടക്കുരുതികൾ നടക്കുമ്പോ, തൂർ കിണർ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ കിണറിലൊക്കെ 10-40-50 ആളുകളെയൊക്കെ തല വെട്ടി ആ കിണറ്റിലിട്ട്, ചിലയിടത്ത് 100 പേരെയൊക്കെ കൊന്ന, ചങ്കുവെട്ടി എന്നൊക്കെ പറഞ്ഞ സ്ഥലം ഇപ്പോഴും മലപ്പുറത്തുണ്ട്. കഴുത്ത് വെട്ടി ആളുകളെ കൊന്ന കൂട്ടക്കുരുതി നടത്തിയ സ്ഥലങ്ങളാണ്. അങ്ങനെ ചരിത്രത്തിൽ അങ്ങനെയുള്ള വളരെ വേദനാജനകമായ സാഹചര്യങ്ങളുണ്ട്. അത്തരം സാഹചര്യങ്ങൾ ഇനി ആവർത്തിക്കപ്പെട്ടുകൂടാ എന്നൊരു കാഴ്ചപ്പാട് രാജ്യവ്യാപകമായി അങ്ങനെ ഉണ്ടായിരുന്നു. പലയിടത്തും അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ അയോധ്യ അന്യവൽക്കരിക്കപ്പെട്ടത്, ആക്രമിക്കപ്പെട്ടത്. മധുര ക്ഷേത്രത്തിന് നേരെ ആക്രമണം ഉണ്ടാവുന്നത്. അങ്ങനെയാണ് കാശിക്ക് നേരെ ആക്രമണം ഉണ്ടാവുന്നത്. അങ്ങനെയാണ് ഹിന്ദുക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെല്ലാം ആക്രമിച്ച് തകർക്കുന്ന സാഹചര്യം ഉണ്ടായത്. തീർത്ഥസ്ഥാനങ്ങൾ ആക്രമിച്ച് തകർക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. ഇത് നമ്മുടെ ദൗർബല്യമാണ് ഇതിന് കാരണം. അതുകൊണ്ട് വിവേകാനന്ദ സ്വാമികൾ എപ്പോഴും ആവർത്തിക്കുന്ന ഒരു കാര്യമുണ്ട്: ബലമാണ് ജീവിതം, ദൗർബല്യം മരണമാണ് എന്ന്. കരുത്താണ് വേണ്ടത്, കരുത്താണ് ജീവിതം. ദുർബലന് മരണമാണ് ആ ദുർബലന്റെ ഗതി എന്നാണ്. പുരാണത്തിൽ ഒരു ശ്ലോകം പറയുന്നുണ്ട്. ദേവന് എന്താണ് ബലിയായി വേണ്ടത് എന്നൊരു ചോദ്യമാണ്. ബലിയായി വേണ്ടത് എന്താണെന്ന് ചോദിക്കുമ്പോൾ ആനയെ ബലിയായി വേണോ എന്ന് ചോദിക്കുകയാണ്, കുതിരയെ ബലിയായി വേണോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ദൈവം പറയുന്നത് എനിക്ക് ആനയെയും വേണ്ട കുതിരയെയും വേണ്ട എന്നാണ്. അശ്വം നൈവ ഗജം നൈവ വ്യാഘ്രം നൈവജ നൈവജ. എനിക്ക് കരടിയെയും വേണ്ട, ആനയെയും വേണ്ട, പുലിയെയും വേണ്ട എന്നാണ്. പിന്നെ എന്താണ് വേണ്ടത് എന്ന് ദൈവം പറയാണ്. അശ്വം നൈവ ഗജം നൈവ വ്യാഘ്രം നൈവജ നൈവജ അജാപുത്രം ബലിന്ദദ്വാ ദേവോ ദുർബലഘാതക എന്നാണ്. എനിക്കൊരു ആട്ടിൻകുട്ടിയെ മതി എന്നാണ്. ഈശ്വരന്മാര് പോലും ആഗ്രഹിക്കുന്നത് ദുർബലന്മാരെയാണ് എന്നാണ്. അതൊരു വലിയ തത്വമാണ്. ആ തത്വം ആവിഷ്കരിക്കാൻ വേണ്ടിയാണ് അത് പറഞ്ഞത്. കരുത്തന്മാരെ ആരും വെല്ലുവിളിക്കില്ല, ദുർബലന്മാരെയാണ് എല്ലാവരും വെല്ലുവിളിക്കുക, കീഴടക്കാൻ ആഗ്രഹിക്കുക. കരുത്തന്മാരെ കീഴടക്കാൻ ആർക്കും സാധ്യമല്ല. എന്താണ് കരുത്ത് എന്ന് പറയുന്നത്? ഒരു രാഷ്ട്രത്തിന്റെ കരുത്ത് എന്ന് പറയുന്നത് എന്താണ്? രാഷ്ട്രത്തിന്റെ കരുത്ത് എന്ന് പറയുന്നത് ആ രാഷ്ട്രത്തിലെ ജനങ്ങളുടെ കരുത്താണ്. എന്താണ് ജനങ്ങളുടെ കരുത്ത് എന്ന് പറയുന്നത്? ആ രാഷ്ട്രത്തിലെ ജനങ്ങളുടെ മനോബലമാണ്. ജനങ്ങളുടെ മനോബലം എന്താണ് പറയുന്നത്? ആ രാഷ്ട്രത്തിലെ ഓരോ പൗരന്റെയും ഉള്ളിലുള്ള ആന്തരികമായ സ്ഥൈര്യവും മനോബലവുമാണ്. ഇടിതട്ടിയാൽ തകരാത്ത, ആന കുത്തിയാൽ ഇളകാത്ത അചഞ്ചലമായ വിക്രമവീര്യം ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ തുട്ടിക്കുന്നുണ്ടെങ്കിൽ, അവന്റെ ഉള്ളിൽ തന്റെ രാഷ്ട്രത്തിന് വേണ്ടി സർവവും സമർപ്പിക്കാനുള്ള ഉച്ഛൃംഖലമായ വീര്യം അയാളുടെ ഉള്ളിൽ തുട്ടിക്കുന്നുണ്ടെങ്കിൽ, അയാളെ കീഴടക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല.
അങ്ങനെയുള്ള ആൾക്കാരുടെ സമൂഹത്തെ വെല്ലാൻ കീഴടക്കാൻ ഒരു രാഷ്ട്രത്തിനും സാധ്യമല്ല. നമ്മുടെ നാട്ടിൽ പണ്ട് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഓടി ഓടിച്ച നാടായിരുന്നുവെങ്കിൽ കുറച്ചു വർഷം മുമ്പ് മുംബൈയിൽ അറ്റാക്ക് ഉണ്ടായി, ഭീകരാക്രമണം ഉണ്ടായി. AK-47 തോക്കുമായി വന്ന് ഭീകരന്മാർ തുരുതുര വെടിവെച്ചിട്ടു. അങ്ങനെ വെടിവെച്ചിട്ടപ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ വെടിവെച്ചിട്ടപ്പോൾ, അവിടെ തദ്ബാഹ ഹോട്ടലിൽ വെടിവെച്ചിട്ടപ്പോൾ, ജനക്കൂട്ടത്തിനിടയിൽ വെടിവെച്ചിട്ടപ്പോൾ, പക്ഷെ ജനങ്ങൾ ഓടിയില്ല. ടിവിയിൽ കാണുകയാണ് ആളുകളെ വെടിവെക്കുന്നു, ആളുകൾ മരിച്ചു വീഴുന്നു എന്ന്. പക്ഷേ ജനക്കൂട്ടം ഇരമ്പിയാർത്ത് മുംബൈയിലേക്ക് അങ്ങനെ വരികയാണ്. 10,000-കണക്കിന് ആളുകളാണ് വരുന്നത്. ആ വരുന്ന ആളുകൾ ഭാരത് മാതാ കി ജയ് വിളിച്ചുകൊണ്ടാണ് വരുന്നത്. ഭാരത് മാതാ കി ജയ് വിളിച്ചുകൊണ്ട് കടലാലമാലകളെ പോലെ ആ ജനങ്ങൾ വരികയാണ്. തോക്കിനെ ഭയപ്പെടാതെ, കൂസാതെ, വെടിയുണ്ടകളെ കൂസാതെ ജനങ്ങൾ അങ്ങനെ വരികയാണ്. ജനങ്ങളുടെ ഉള്ളിൽ തുടിക്കുന്ന ദേശീയ ബോധമാണ്, രാഷ്ട്രാഭിമാനമാണ്. ഞങ്ങളെ പകർക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല, ഒരു ഭീകരന്മാർക്കും സാധ്യമല്ല എന്ന ആ ഒരു ഇച്ഛാശക്തിയോട് കൂടിയിട്ടുള്ള ഇരമ്പിക്കയറ്റമാണ് ഭീകരന്മാർക്ക് മറുപടിയായി വന്നത്. ഈ രാഷ്ട്രം ഒരുമയോടുകൂടി കരുത്തോടുകൂടി നിൽക്കുകയാണ്. അതാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യമുണ്ട്. ആ ഇസ്രായേലിനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് ശക്തികൾ. പക്ഷെ ഇസ്രായേൽ കുലുങ്ങുന്നില്ല. അവർക്ക് അവരുടെ രാഷ്ട്രമാണ് വരുന്നത്, അവരുടെ രാഷ്ട്രത്തിലെ ജനതയാണ് വരുന്നത്. ആ രാഷ്ട്രത്തിലെ ജനതയുടെ ജീവനാണ് അവർക്ക് വരുന്നത്, അവരുടെ സ്വത്തും സമ്പത്തുമാണ് വരുന്നത്. അതിനുവേണ്ടി എന്ത് ത്യാഗം സഹിക്കാനുള്ള മനസ്സുള്ള ജനത അവിടെ നാട്ടിലുണ്ട്. അവിടെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ പരസ്പരം ഗ്വാഗ്വാ പിടിക്കുന്ന ജനങ്ങളല്ല. അവർക്ക് ആദ്യം രാഷ്ട്രമാണ്, ഫസ്റ്റ് നേഷൻ, പിന്നെയാണ് റിലീജിയൻ, പിന്നെയാണ് പാർട്ടി, പിന്നെയാണ് ബാക്കിയെല്ലാം. അവർക്ക് രാഷ്ട്രമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇസ്രായേലിനെ തോൽപ്പിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ലാത്തത്. വളരെ ചെറിയ കേരളത്തെക്കാൾ ജനസംഖ്യ കുറഞ്ഞ ഒരു നാടല്ലേ ഇസ്രായേൽ. ഇസ്രായേൽ എന്തുകൊണ്ടാണ് ജയിക്കുന്നത്? ഈ ഒരു മനോഭാവം വളരെ പ്രധാനമാണ്. അവരാരുടെയും മെക്കിട്ട് അങ്ങോട്ട് കയറുന്നില്ല. ഇപ്പൊ തന്നെ പ്രശ്നമുണ്ട്. എങ്ങനെയാണ് പ്രശ്നം ഉണ്ടായത്? ഒക്ടോബർ 7 അവരെ അങ്ങോട്ട് കയറി ആക്രമിച്ച് 2000-ഓളം ആളുകളെ കൊന്നു, അവിടുത്തെ ജനങ്ങളെ പിടിച്ചുകൊണ്ടുപോയി ബന്ദിയാക്കി വെച്ചതാണ് പ്രകോപനത്തിന് കാരണം. നമ്മുടെ നാട്ടിൽ പലപ്പോഴും ആളുകൾ അത് മറന്നു പോവുകയാണ്. അത് മറന്നുകൊണ്ട് ഒരു പക്ഷം മാത്രം ചേർന്ന് നിൽക്കുകയാണ്. മതമാണ് അതിന്റെ കാര്യമെന്നെല്ലാം നമുക്കറിയാം. പക്ഷെ ഇത് വലിയൊരു പാഠമാണ്. ആ പാഠം എന്താണ്? ഒരു നാട്ടിലെ ജനത ഒരുമിച്ച് നിന്നാൽ, അവരുടെ മനസ്സൊന്നാണെങ്കിൽ ആ നാടിനെ തോൽപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. രാഷ്ട്രമുണ്ടെങ്കിലേ ബാക്കിയെല്ലാം ഉള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ചുമരുണ്ടെങ്കിലേ ചിത്രം വരക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ഭാരതമില്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് നിലനിൽക്കാൻ സാധിക്കുക? ആദ്യം നമ്മുടെ രാഷ്ട്രമാണ്. നമ്മൾ ജനിക്കുന്ന ഇവിടെയാണ്, നമ്മൾ കളിക്കുന്ന ഇവിടെയാണ്, പഠിക്കുന്ന ഇവിടെയാണ്, ജീവിക്കുന്ന ഇവിടെയാണ്, കൃഷി ചെയ്യുന്നത് ഇവിടെയാണ്, നമ്മൾ അധ്വാനിക്കുന്ന ഇവിടെയാണ്. അവസാനം മരിച്ച് മണ്ണടയേണ്ടതും ഈ മണ്ണിൽ തന്നെയാണ് എന്നുള്ള ചിന്ത ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട്. നമുക്ക് എവിടെയും ഓടിപ്പോകാൻ സാധ്യമല്ല. ഇതെന്റെ നാടാണ്, എന്റെ പെറ്റമ്മയാണ്, ഈ അമ്മയെ ഞാൻ സംരക്ഷിക്കും എന്ന ചിന്തയാണ്. ഈ ചിന്തയാണ് നമ്മുടെ നാട്ടിൽ സംഘം ദശകങ്ങളായി, ഒരു നൂറ്റാണ്ടായി വളർത്തി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്താണ് ലക്ഷ്യം? ഒരു സ്വയം സേവന ലക്ഷ്യം. പഞ്ചായത്ത് മെമ്പർ ആവുകയാണോ, MP ആവുകയാണോ, MLA ആവുകയാണോ? അങ്ങനെ എന്തെങ്കിലും നിക്ഷിപ്തമായ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയല്ല ഒരു സ്വയം സേവകൻ ജീവനും ജീവിതവും കൊടുത്ത് പ്രവർത്തിക്കുന്നത്. അവൻ ചെയ്യുന്ന പ്രതിജ്ഞ എന്താണ്? എന്റെ രാഷ്ട്രം, ഈ രാഷ്ട്രത്തിന്റെ വൈഭവം, അതിനുവേണ്ടിയാണ് ഞാൻ പ്രവർത്തിക്കുന്നത് എന്നാണ്. പ്രാണവായുൽ പോലും രാഷ്ട്ര സ്നേഹത്തിന്റെ ഏറ്റവും ഉജ്ജ്വലമായ ഭാവതരംഗങ്ങളെ ആവാഹിച്ചുകൊണ്ടാണ് ഒരു സ്വയം സേവകൻ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് വൈഭവം എന്ന് പറയും, രാഷ്ട്രത്തിന്റെ വൈഭവത്തിന് വേണ്ടിയാണ് എന്നാണ്. ഈ രാഷ്ട്രം ഏറ്റവും കരുത്തുറ്റ ശക്തിയാകാൻ വേണ്ടിയാണ്. അതാണ് സ്വപ്നം, അതാണ് ആഗ്രഹം, അതിനുവേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. എന്താണ് പരം വൈഭവം എന്ന് പറയുന്ന? ഒരു 5 മന്ത്രമാണ്. പരം വൈഭവം എന്ന് പറഞ്ഞാൽ ഒരു 5 മാത്രമേ ഉള്ളൂ. ഓരോ സ്വയം സേവകന്റെയും സ്വപ്നമാണ് എന്റെ നാട് ലോകത്തെ നമ്പർ 1 ശക്തിയാകണം, ഏറ്റവും കരുത്തുറ്റ രാഷ്ട്രമാകണം എന്നുള്ളതാണ് പരം വൈഭവം എന്ന് പറയുന്നത്. നമുക്ക് നേടേണ്ടതിനെല്ലാം സംഘം ഒരു 5 ചുരുക്കി വെച്ചിരിക്കുകയാണ്, ഒരു ചിമ്മിഴിയിലാക്കി വെച്ചിരിക്കുകയാണ്. പഴയകാലത്ത് സംസ്കൃതത്തിൽ ഒരു പ്രയോഗമുണ്ട്. അത് ന്യായം എന്ന ഒരു പ്രയോഗം സംസ്കൃതത്തിലുണ്ട്. ന്യായം എന്ന് പറയുന്നത് പലതരത്തിലുള്ള ന്യായങ്ങളുണ്ട്. കാകതാളീയ ന്യായം, അതുപോലെ ചോറ് വെന്തോ നോക്കിയ എല്ലാ പറ്റും ഞെക്കി നോക്കേണ്ടതില്ല എന്ന് പറയാൻ അങ്ങനെ നിരവധി ന്യായങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ ഒരു ന്യായമാണ് വൃദ്ധകുമാരി വരൻ ന്യായം എന്ന് പറഞ്ഞിട്ടൊരു ന്യായമുണ്ട്. കഥയിലേക്ക് ഞാൻ പോകുന്നില്ല. പണ്ടൊരു വൃദ്ധ ഉണ്ടായിരുന്നു.
അവര് കുമാരിയായിരുന്നു, കല്യാണം കഴിച്ചിട്ടില്ല. അവരന്ധയാണ്, കണ്ണ് കാണില്ല. കല്യാണം കഴിക്കാത്തതുകൊണ്ട് അവർക്ക് മക്കളില്ല, മക്കളില്ല. അവർ ദരിദ്രയാണ്. അങ്ങനെ ദരിദ്രയായ, അന്ധയായ, അവിവാഹിതയായ ഒരു വൃദ്ധയുണ്ടായിരുന്നു. ആ വൃദ്ധ വാർദ്ധക്യമായി, മരിക്കാറായി. അങ്ങനെ അവർക്ക് വളരെ സങ്കടമായി, ആരും നോക്കാനില്ല. അവസാനം അന്നത്തെ കാലഘട്ടത്തിലായതുകൊണ്ട് അവര് ഒരു തപസ് ആരംഭിച്ചു. കഠിനമായ തപസ്സായതുകൊണ്ട് ദൈവം പ്രത്യക്ഷപ്പെട്ടു. ദൈവം ചോദിച്ചു, എന്താണ് നീ ഇങ്ങനെ തപസ് ചെയ്ത്, എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ ഇവർ പറഞ്ഞു, എനിക്ക് കണ്ണ് കാണുന്നില്ല, കണ്ണ് കാണണം, കല്യാണം കഴിച്ചില്ല, കല്യാണം കഴിക്കണം, മക്കളില്ല, മക്കൾ വേണം, എനിക്ക് കുറച്ച് പൈസ വേണം എന്നൊക്കെ ദൈവത്തോട് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, അങ്ങനെ ഒരു തപസ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ വരങ്ങൾ സാങ്ഷനാക്കാനുള്ള പെർമിഷൻ എനിക്കില്ല. അതുകൊണ്ട് ഒരു തപസ്സിന് ഒരു വരം, ഏതെങ്കിലും ഒരു വരം വേണമെങ്കിൽ ചോദിക്കാൻ പറഞ്ഞു. അപ്പൊ അവര് വൃദ്ധ ആലോചിച്ചു, ഏത് ചോദിക്കണം? കണ്ണ് കാണാന്ന് പറഞ്ഞാൽ കണ്ണ് കാണും. പക്ഷെ ഈ അവസ്ഥയിൽ കണ്ണ് കണ്ടിട്ട് എന്താ കാര്യം? മക്കൾ വേണമെങ്കിൽ 100 മക്കളെ കിട്ടും. പക്ഷെ ഈ ദാരിദ്ര്യത്തിൽ 100 മക്കളുണ്ടായിട്ട് കല്യാണം കഴിച്ചിട്ട് കാര്യം? മക്കളുണ്ടായിട്ട് സമ്പത്ത് വേണമെങ്കിൽ ഒരു 10 കോടി ദൈവം കൊടുക്കും. കണ്ണ് കാണാത്ത ഈ വൃദ്ധ 10 കോടിയും വെച്ചിരുന്ന ആരെങ്കിലും അതിന്റെ കഴുത്ത് കരിച്ചിട്ട് പൈസയും കൊണ്ടുപോകും. അപ്പൊ എന്ത് ചെയ്യണം എന്നവരെങ്ങനെ അവർക്ക് പ്രശ്നമായി. അപ്പൊ അവസാനം, പക്ഷെ അവർ ബുദ്ധിമതിയായിരുന്നു, അവരവസാനം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ദൈവമേ, എനിക്ക് ഒറ്റ വരം മതി, എന്റെ പേരക്കിടാങ്ങൾ സ്വർണപാത്രത്തിൽ പാൽപ്പായസം കുടിക്കുന്നത് എനിക്ക് കാണണം, എനിക്ക് അത്രയേ വേണ്ടൂ എന്നാണ് ആ വൃദ്ധ വരം ചോദിച്ചത്. ദൈവത്തിന്റെ കണ്ണു തള്ളിപ്പോയി എന്നാ പറയുന്നത്. പേരക്കിടാങ്ങൾ എന്ന് പറയുന്ന ഒറ്റ വാക്കിൽ തന്നെ കല്യാണമായി, മക്കളായി, മക്കളായി, ദീർഘായുസായി. 4 ഒറ്റ വാക്കിൽ പിടിച്ചു. പേരക്കിടാങ്ങൾ സ്വർണപാത്രത്തിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഭക്ഷണം കഴിക്കാൻ പാത്രമാണെങ്കിൽ അവരത്രയും സമ്പന്നയാകും എന്നാണ് അർത്ഥം. സ്വർണ്ണപാത്രത്തിൽ ഭക്ഷണം കഴിക്കുന്നത്, നമ്മളെല്ലാം എത്ര പൈസയുടെ സ്റ്റീൽ പ്ലേറ്റിലല്ലേ ഭക്ഷണം കഴിക്കുന്നത്. സ്വർണ്ണപാത്രത്തിൽ പാൽപ്പായസമാണ്. പാൽപ്പായസം എന്ന് പറയുന്നത് അത് ആഹ്ലാദത്തിന്റെയും സന്തോഷത്തിന്റെയും പ്രതീകം. പാൽപ്പായസം കുടിക്കുന്ന എനിക്ക് കാണണം എന്ന് പറയുമ്പോൾ കണ്ട് കാഴ്ചയുണ്ടായി. അങ്ങനെ അവർക്ക് വേണ്ടുന്നതെല്ലാം അവർ ഒറ്റ വരത്തിൽ നേടിയതിനാണ് സംസ്കൃതത്തിൽ വൃദ്ധകുമാരി വരന്യായം എന്നാണ് ഈ ന്യായത്തിന് പറയുക. ആ നിലയിലാണ് നമ്മൾ പരംവൈഭവം എന്ന വാക്കിൽ വൃദ്ധകുമാരി വരന്യായരെയാണ് നമ്മളത് നമുക്ക് വേണ്ടുന്നതെല്ലാം ഈ നാടിന്റെ സാംസ്കാരികമായ വികാസം, സാമ്പത്തികമായ വികാസം, സൈനികമായ വികാസം, നമ്മുടെ തൊഴിൽപരമായ വികാസം, ഈ നാട് നേടേണ്ടുന്ന സർവതല സ്പർശിയായ സർവതോമുഖമായ ഈ രാഷ്ട്രത്തിന്റെ ഉയർച്ചയെ മുഴുവനും ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ പരംവൈഭവം എന്ന ഒരു പദം അതിൽ ഉൾച്ചേർത്ത് വെച്ചാണ് നമ്മുടെ മഹത്തായ ലക്ഷ്യമായി പറയുന്നത്. അത് നേടിയെടുക്കാൻ വേണ്ടിയാണ് പരിശ്രമിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഓരോ വർഷവും, ഓരോ ദിവസവും, ഓരോ മിനിറ്റും ഈ രാഷ്ട്രം അതിനു വേണ്ടിയിട്ടുള്ള വെച്ചടി വെച്ചുള്ള മുന്നേറ്റം നടത്തുകയാണ്. നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി പറയുകയുണ്ടായി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, 145 ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. 145 പേർ ഒരു ചുവട് വെച്ചാൽ 145 ചുവട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുമെന്ന ഒറ്റ ചുവട് വെച്ചാൽ മതി, രാഷ്ട്രം അങ്ങനെ മുന്നോട്ട് പോകുമെന്നാണ്. അങ്ങനെ നമ്മുടെ നാടിന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിപ്പോൾ നമ്മുടെ കണ്ണാലെ കാണുകയാണ്. നമ്മുടെ സംഘത്തിൽ ഒരു ഗീതമുണ്ട്, ഇതേ മെയ്യും കണ്ണും കൊണ്ടേ കാര്യമൂർത്തി നേടും എന്നതാം ആ സ്വപ്നം അപൂർണം പൂർണ്ണമാക്കിടാം ഞാൻ എന്നൊരു ഗീതത്തിൽ പറയുന്നുണ്ട്. ഈ കണ്ണുകൊണ്ട്, ഈ മെയ് കൊണ്ട് എനിക്കിത് കാണാൻ സാധിക്കണം എന്ന സ്വപ്നം അപൂർണമായിട്ട് അത് കാണാതെ ഒരുപാട് ആളുകൾ പോയിട്ടുണ്ട്. ആ സ്വപ്നത്തെ നമുക്ക് പൂർണ്ണമാക്കാം എന്ന് സംഘത്തിന്റെ ഒരു ഗീതത്തിൽ പറയുന്നുണ്ട്. നമുക്കത് പൂർണ്ണമാക്കാൻ സാധിക്കും. രാഷ്ട്രം നമ്മുടെ 2014 10 കൊല്ലം മുമ്പ് നമ്മുടെ നാട് 10ാമത്തെ സ്ഥാനത്തായിരുന്നു ലോകത്ത് സാമ്പത്തിക രംഗത്ത്. ഇപ്പോഴത് നമ്മള് 4ാമത്തെ സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ്. നമ്മളെ 75 കൊല്ലം മുമ്പ് ഈ നാടിനെ 2ആയി മുറിച്ച് മതപരമായി തമ്മിലടിച്ച്, ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലടിച്ച് ഈ നാട് നശിച്ച് നാറാണക്കല്ല് തോണ്ടിക്കോളും എന്ന് ശപിച്ചു വിടുന്ന് പോയ ബ്രിട്ടൻ, സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം, ആ സാമ്രാജ്യത്തെ പിന്തള്ളിക്കൊണ്ടാണ് ഭാരതം ഇപ്പോൾ നമ്മുടെ 4ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് എന്നത് അത്ഭുതകരമായ ചരിത്രത്തിലെ ഒരു തിരിച്ചുവരവാണ്. ഏറ്റവും ഉജ്ജ്വലമായ ഒരു മുന്നേറ്റമാണ് നമ്മുടെ രാഷ്ട്രം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ നിലയിലുള്ള മാറ്റം സാമ്പത്തിക രംഗത്ത് നമുക്കുണ്ടാവുകയാണ്. അതുകൊണ്ട് സംഘം ഒരു കാര്യം പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ അതിനനുസൃതമായ ഒരു നേതൃത്വം ഈ രാഷ്ട്രത്തിനുണ്ടെങ്കിൽ അത് വെട്ടിപ്പിടിച്ചെടുക്കാൻ സാധിക്കുക തന്നെ ചെയ്യുമെന്ന് കണ്ണാലെ കണ്ട് രോമാഞ്ചമണിയാൻ സാധിക്കുന്ന, ആവേശഭരിതമാകാൻ സാധിക്കുന്ന ലക്ഷ്യത്തോട് അടുത്തു പോകുന്നു എന്ന ആത്മവിശ്വാസത്തോടുകൂടി, ഉത്തുവരയോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം നമ്മുടെ കൺമുമ്പിൽ സാധ്യതപ്രായമായി വരികയാണ്. നമ്മുടെ നാട് ജന്മശതാബ്ദിയോടനുബന്ധിച്ച് സംഘം ചില മാറ്റങ്ങൾ, സാമൂഹ്യ പരിവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ്.
നമ്മളെല്ലാവരും ഇതിനു മുമ്പ് അത് ഒരു പഞ്ചപരിവർത്തനം എന്ന നിലയിൽ നമ്മളത് കേട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ നാടിന്റെ സ്വത്വം, സ്വാതന്ത്ര്യം, അത് പൂർണ്ണാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലെ എല്ലാ രംഗത്തും ആവിഷ്കരിക്കപ്പെടണം എന്നുള്ളതാണ്. അതെല്ലായിടത്തും അതുണ്ടാകണം. ഈ നാടിന്റെ ആത്മവത്തക്കനുസൃതമായ ഒരു കാഴ്ചപ്പാടുണ്ടാകണം. നമ്മുടെ ചരിത്രത്തിൽ അത് വേണം, നമ്മുടെ വിദ്യാഭ്യാസത്തിൽ അത് വേണം, നമ്മുടെ നിയമത്തിൽ അത് വേണം, നമ്മുടെ സൈനിക ശക്തിയിൽ അത് വേണം, നമ്മുടെ തൊഴിലിടങ്ങളിൽ അത് വേണം, നമ്മുടെ എല്ലായിടത്തും അത് വേണം. കലയിലും കായികത്തിലും എല്ലാത്തിലും സംസ്കാരത്തിലും എല്ലാം നമ്മുടെ നാടിന്റെ ഒരു ചൂടും ചൂരും തന്മയും ഉണ്മയുമെല്ലാം നമ്മുടെ തനിമയുമെല്ലാം ആവിഷ്കൃതമാകണം. അതാണ് സ്വാതന്ത്ര്യം. സ്വന്തം തന്ത്രം എന്നാണ് സ്വാതന്ത്ര്യം എന്ന വാക്കിന്റെ അർത്ഥം. ആ സ്വന്തം തന്ത്രം എന്ന് പറഞ്ഞാൽ മറ്റേതെങ്കിലും ആരുടെയെങ്കിലും ഒരു കാർബൺ കോപ്പി ഇവിടെ കൊണ്ടുവരലല്ല, മറ്റാരെങ്കിലും വൃഥ അന്ധമായി അനുകരിക്കലല്ല, ഏതെങ്കിലും രാജ്യത്ത് വിജയിച്ചു എന്ന് കരുതിയിട്ട് ഇവിടെ നടപ്പാക്കുന്ന പഞ്ചവത്സര പദ്ധതികളല്ല. നേരെ മറിച്ച് ഈ നാടിന്റെ പ്രകൃതിക്കനുസരിച്ച്, ഈ നാടിന്റെ കാലാവസ്ഥക്കനുസരിച്ച്, ഈ നാടിന്റെ സഹജമായ ഭാവങ്ങൾക്കനുസരിച്ച് ഈ നാട്ടിൽ നിന്ന് ഉരുവപ്പെട്ടു വരുന്ന കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ ഈ നാട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് സ്വാതന്ത്ര്യം. അതിനെക്കുറിച്ചാണ് ഗാന്ധിജിയൊക്കെ ആ സ്വാതന്ത്ര്യ സമരകാലത്ത് സ്വദേശി, സ്വാഭിമാൻ, സ്വാശ്രയം എന്ന മുദ്രാവാക്യ ത്രിത്വം, ഈ 3 മുദ്രാവാക്യം സ്വാതന്ത്ര്യ സമരത്തിന്റെ സമയത്ത് ഉയർത്തിയത്. ആ സ്വദേശി ഭാവം, സ്വാഭിമാനം, സ്വാശ്രയത്വം, ഈ നാട് സ്വന്തം കാലിൽ നിൽക്കണം, മറ്റുള്ളവരെ ആശ്രയിക്കരുത്, അവരുടെ അടിമരാജ്യമാകാൻ പാടില്ല, അവർ കണ്ണുരുട്ടിയാൽ പേടിക്കുന്ന ഒരു സാഹചര്യമാകാൻ പാടില്ല എന്നതാണ്. മിനിഞ്ഞാന്ന് നമ്മുടെ ധനകാര്യ മന്ത്രിയായിരുന്ന, ആഭ്യന്തര മന്ത്രിയായിരുന്ന, ഒരു കേന്ദ്രമന്ത്രിയായിരുന്ന ഒരു വലിയ നേതാവ് തമിഴ്നാട്ടിലെ ചിദംബരം, അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. അന്ന് നമുക്കെതിരായിട്ട് ആക്രമണം ഉണ്ടായി. അങ്ങനെ ആക്രമണം ഉണ്ടായപ്പോ, ഭീകരാക്രമണം ഉണ്ടായപ്പോൾ നമ്മൾ തിരിച്ചെടുക്കണമെന്ന് തീരുമാനിച്ചു. പക്ഷെ അമേരിക്ക നമ്മളോട് കണ്ണുരുട്ടി, തിരിച്ചടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അന്ന് തിരിച്ചടിക്കാതിരുന്നത് എന്ന് അന്നത്തെ ആഭ്യന്തരമന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്, വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അമേരിക്കയാണോ നമ്മുടെ കാര്യം തീരുമാനിക്കേണ്ടത്? അമേരിക്കയുടെ തിട്ടൂരത്തിനനുസരിച്ചാണോ നമ്മുടെ രാജ്യം ഭരിക്കേണ്ടത്, നമ്മുടെ രാജ്യം പ്രതികരിക്കേണ്ടത്, നമ്മുടെ രാജ്യം തിരിച്ചടിക്കേണ്ടത്? ഏതെങ്കിലും ഒരു വിദേശ രാജ്യം പറയുന്നതിനനുസരിച്ചാണോ നമ്മൾ നിലപാട് സ്വീകരിക്കേണ്ടത്? അങ്ങനെയായിരുന്നു ഈ നാട്ടിലെന്നാണ് ആ കാലത്ത് ഇതിന്റെ കൈകാര്യകർത്താക്കളായ ആളുകൾ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. ഇപ്പോഴും പഹൽഗാം സംഭവം ഉണ്ടായല്ലോ, മതത്തിന്റെ പേര് പറഞ്ഞ് നീ ഏത് മതമാണെന്ന് ചോദിച്ച് അവരെ വെടിവെച്ചിട്ട സാഹചര്യം ഉണ്ടായല്ലോ. നമ്മൾ അങ്ങനെ ചെയ്ത ഭീകരന്മാരെ സംരക്ഷിക്കുന്ന രാഷ്ട്രത്തെ, ശത്രു രാജ്യത്തെ നമ്മൾ നിലക്ക് നിർത്തി, അവരെ ക്ഷാമരപ്പിച്ചു, അവരെ തകർത്ത് തരിപ്പണമാക്കി. പലരും നമ്മളോട് പറഞ്ഞു, പ്രകോപനമരുത്, നമ്മൾ നിങ്ങൾ കരുത്തന്മാരാണ്, അതുകൊണ്ട് നിങ്ങൾ ആത്മസംയമനം പാലിക്കണം എന്നൊക്കെ പറഞ്ഞു. നമ്മളെ രാജ്യം പറഞ്ഞു, ഞങ്ങൾക്ക് കരുത്തുണ്ട്, ഞങ്ങൾ ആത്മസംയമനം പാലിക്കുന്നുണ്ട്. പക്ഷേ കുറെ കാലമായി ഇങ്ങോട്ട് വന്ന് മെക്കിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ക്ഷമക്കൊരതിരുണ്ട്, ആ ക്ഷമയുടെ നെല്ലിപ്പടിയുണ്ടോ? ഇനി വിടുന്ന പ്രശ്നമില്ല, അവനെ പാഠം പഠിപ്പിച്ച് അടങ്ങും എന്ന് ഈ രാഷ്ട്രം ഒറ്റക്കെട്ടായി തീരുമാനിച്ചു. അങ്ങനെ പാകിസ്ഥാനെ ചുരുട്ടി കൂട്ടിക്കൊടുത്തു. പലരും പറഞ്ഞു നിങ്ങളത് ചെയ്യരുതെന്ന്. നമ്മൾ കൂസിയില്ല, നമ്മൾ ആരുടെ വാക്കും നമ്മൾ ഗൗരവിച്ചില്ല. നമുക്ക് നമ്മുടെ രാഷ്ട്രത്തിന് അഭിമാനമുണ്ട്, ഈ രാജ്യത്തെ പൗരന്മാരുടെ ജീവന്റെ വിലയുണ്ട്. അത് വെച്ച് പന്താടാൻ നമ്മുടെ രാഷ്ട്രം തയ്യാറായില്ല. അതിന് രാഷ്ട്ര നേതാക്കൾ ഒരു തരത്തിലും സന്നദ്ധമായില്ല. രാഷ്ട്രത്തിന്റെ മനസ്സാക്ഷിയുടെ കൂടെ നിന്നു. ചെയ്യേണ്ടതുപോലെ ചെയ്ത് തീർത്തു. അതാണ് രാഷ്ട്രം, അതാണ് രാഷ്ട്രത്തിന്റെ നേതൃത്വം, അതാണ് രാഷ്ട്രത്തിന്റെ ഇച്ഛാശക്തി. അതോടുകൂടി ഭാരതത്തിന് ലോകത്തൊരു വിലയും നിലയും ഉണ്ടായി. ഇനി ആരും അങ്ങനെ ഭാരതത്തെ കയറി ചൊറിയാൻ തന്നെ സന്നദ്ധമാകില്ല. ഈ രാഷ്ട്രം പ്രഖ്യാപിച്ചു, ഇനി ഭാരതത്തിനെതിരായി, ഇവിടുത്തെ ഒരു പൗരന്മാർക്കെതിരായി, ഇവിടുത്തെ ഒരു പ്രദേശത്തിനെതിരായി ഏതെങ്കിലും നീക്കം ആരെങ്കിലും നടത്തിയാൽ അതൊരു യുദ്ധമായി പ്രഖ്യാപിച്ച് ആ യുദ്ധത്തിനെതിരായിട്ട് എന്താണോ ഒരു രാഷ്ട്രം ചെയ്യേണ്ടത് അത് മുഴുവൻ ഞങ്ങൾ ചെയ്തിരിക്കും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ആ പ്രഖ്യാപനം ഇടുത്തി പോലെയാണ്. ശത്രു രാജ്യത്തിന്റെ മാറുപിളർന്നുകൊണ്ട്, അവരുടെ ശിലാശാസനങ്ങളെല്ലാം തകർത്തുകൊണ്ട് ലോകം മുഴുവൻ ഒരു പ്രകമ്പനമായിട്ട് ആ പ്രഖ്യാപനം വരികയാണ്. ഇതാണ് പ്രധാനം. അതുകൊണ്ട് സ്വന്തം തന്ത്രം എന്നത് വളരെ പ്രധാനമാണ്. ആ സ്വന്തം തന്ത്രമാണ് സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം നിലനിർത്തേണ്ടതുണ്ട് എന്നതാണ്. മറ്റൊരു കാര്യം, നമ്മുടെ സംസ്കാരത്തെ, പൈതൃകത്തെ, മൂല്യങ്ങളെല്ലാം ആയിരക്കണക്കിന് വർഷമായ അടിമത്തത്തിലായി ഇപ്പോഴും നിലനിർത്തിയത് നമ്മുടെ കുടുംബങ്ങളാണ്, നമ്മുടെ വീട്ടായങ്ങളാണ്.
നമ്മുടെ കുടുംബങ്ങളിൽ ഈ സംസ്കാരം നിലനിൽക്കണം, നമ്മുടെ മൂല്യങ്ങൾ നിലനിൽക്കണം. അതിനനുസരിച്ച് നമ്മുടെ കുടുംബം ശാക്തീകരിക്കപ്പെടണം. നമ്മൾ തലമുറയായി കൈമാറി വന്ന നമ്മുടെ മൂല്യങ്ങൾ അനന്തരജാത തലമുറയ്ക്ക് കൈമാറി കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കുടുംബ പ്രബോധനം എന്ന് പറയുന്ന ഈ കുടുംബത്തിന്റെ സംരക്ഷണം എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കുടുംബം, ആ കുടുംബമാണ് ഈ രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന്റെ ആധാരം. ആ കുടുംബമാണ് സമൂഹത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് നമ്മൾ ഓരോ വീട്ടിലും, ആ വീട്ടിൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന ഭോജനം, ഒരുമിച്ച് സംഭാഷണം ചെയ്യുന്ന ഭാഷണം, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഭജനവും ഭോജനവും ഭൂഷയും ഭാഷണവും എല്ലാം, ഇതെല്ലാം ഒരുമിച്ച് ചെയ്യുന്ന ഒരു ആദർശ കുടുംബമായി നമ്മുടെ ഓരോ കുടുംബത്തെയും മാറ്റാൻ നമുക്ക് സാധിക്കേണ്ടത്. അച്ഛനും അമ്മയും മക്കളും വ്യത്യസ്ത മുറികളിൽ വേറെ ഏതോ ലോകങ്ങളിലല്ലാതെ ഒരുമിച്ച് ജീവസുറ്റവരായി, മാതാപിതാക്കളായി, കുടുംബങ്ങളായി തങ്ങളുടെ ഓരോരുത്തരുടെയും കർത്തവ്യം നിർവഹിച്ചുകൊണ്ട്, അച്ഛൻ അച്ഛന്റെ കർമ്മവും അമ്മ അമ്മയുടെ ധർമ്മവും മക്കൾ മക്കളുടെ ധർമ്മവും എല്ലാം നിർവഹിച്ചുകൊണ്ട് ഒരു കുടുംബമായി നിലനിൽക്കേണ്ടതുണ്ട്, ആദർശ കുടുംബമായി നിലനിൽക്കേണ്ടതുണ്ട്. കുടുംബ പ്രബോധനം അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ സമൂഹത്തിൽ താഴ്ന്നവരും ഉയർന്നവരും എന്ന ഒരു ചിന്തയുണ്ടാകാൻ പാടില്ല. സാമാജിക സമഭാവന ഉണ്ടാകണം. നമ്മുടെ ജാതിപരമായി ഉയർന്നവർ താഴ്ന്നവർ എന്ന കാഴ്ചപ്പാടുണ്ടാകാൻ പാടില്ല. നമ്മളെല്ലാവരും ഈശ്വരന്റെ സന്താനങ്ങളാണ്. നമ്മളെല്ലാവരും ഏകത്വത്തിന്റെ അദ്വൈതത്തിന്റെ അമരമക്കളാണ്. നമ്മളെല്ലാവരും അമൃതത്വത്തിന്റെ അരുമക്കിടാങ്ങളാണ്. നമ്മളെല്ലാവരും ഈശ്വര ചൈതന്യം ഉണ്ടാണ്. അതാണ് അദ്വൈതം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ സന്യാസി വര്യന്മാർ ഉടുപ്പിയിൽ പ്രഖ്യാപിച്ചതുപോലെ ഹിന്ദു പതിതോ ഭവത്, ഇനിമേൽ ജാതികൾ രണ്ടിവിടെ, വർഗം വർണ്ണം അരുതിവിടെ, സകലരും അമ്മൈ കോമന മക്കൾ, ബന്ധുക്കൾ നാം ഒന്നാണ്, ഹിന്ദുക്കൾ നാം ഒന്നാണ് എന്നൊരു കാഴ്ചപ്പാടോടുകൂടി ജാതി ഭേദമില്ലാതെ ഒരു തരത്തിലുള്ള ദ്വേഷവും ഇല്ലാതെ ഒരുമിച്ച് കഴിയാൻ സാധിക്കുന്ന രീതിയിലുള്ള സാമാജിക സമഭാവന വളർത്തിയെടുക്കേണ്ടതുണ്ട്. നമ്മുടെ ഈ രാഷ്ട്രത്തിന്റെ പൗരന്മാരാണ്. പൗരന്മാരെന്നുള്ള നിലക്ക് നമുക്കൊരു കർത്തവ്യമുണ്ട്. ആ കർത്തവ്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ നാട്ടിലെ നിയമങ്ങൾ, ഈ നാട്ടിലെ അച്ചടക്കമുള്ള പൗരന്മാരെന്നുള്ള നിലക്ക് അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ആരെങ്കിലും പേടിച്ചല്ല നമ്മൾ പൗരബോധം അനുഷ്ഠിക്കേണ്ടത്. നമ്മൾ വാഹനം ഓടിക്കുമ്പോ നമ്മൾ ഹെൽമറ്റ് ധരിക്കണം എന്ന് പറയുന്നത് പോലീസിനെ ഭയന്നാകരുത്. നമ്മുടെ ധർമ്മമാണത്. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് നിയമങ്ങൾ ഉണ്ടാവുന്നത്. നമ്മൾ ക്യാമറ ഉണ്ടെങ്കിൽ മാത്രമല്ല നമ്മൾ മുന്നിൽ സീറ്റിലിരിക്കുന്ന സമയത്ത് ബെൽറ്റ് ധരിക്കേണ്ടത്. ഒരുപാട് നിയമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ആ നിയമങ്ങൾ അനുസരിക്കുക എന്നുള്ളത് അച്ചടക്കമുള്ള ഒരു പൗരന്റെ ബാധ്യതയാണ്. അങ്ങനെ അച്ചടക്കമുള്ള പൗരന്മാരുണ്ടെങ്കിലേ രാഷ്ട്രത്തിന് അച്ചടക്കം ഉണ്ടായുള്ളൂ. അതുകൊണ്ട് സംഘം പൗരബോധം എന്ന് പറയുന്നത് അതനുഷ്ഠിക്കണം, ആചരിക്കണം എന്നും അത് ലംഘിക്കാൻ പാടില്ല എന്നും, അങ്ങനെ ഒരു പൗരസമൂഹം, സിവിൽ സൊസൈറ്റി ഇവിടെ വളർന്നു വരണമെന്നും ആ നിലയിലുള്ള ഒരു ബോധവൽക്കരണം വ്യാപകമായി നടന്ന് നമ്മളെല്ലാവരും അതിന് മാതൃകയാക്കണം എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ വളരെ വളരെ അത്യാവശ്യമായ ഇത്തരം കാര്യങ്ങൾ, ആ ഒരു കാഴ്ചപ്പാടിനോടൊപ്പം തന്നെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവും കൂടിയുണ്ട്. അത് ഈ നാടിനെ സംരക്ഷിക്കാൻ, നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാൻ വളരെ അത്യാവശ്യമാണ്. നമ്മുടെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. ഇനി വരുന്ന തലമുറക്കും ഇവിടെ വാസം സാധ്യമാകണമെങ്കിൽ പരിസ്ഥിതിയെ നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട്. വനങ്ങൾ സംരക്ഷിക്കേണ്ടതുണ്ട്, മരങ്ങൾ സംരക്ഷിക്കേണ്ടതുണ്ട്. മരങ്ങൾ ഉണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാനും ശ്വസിക്കാനും സാധിക്കുകയുള്ളൂ. ഇവിടുത്തെ കാലാവസ്ഥ നിലനിൽക്കുകയുള്ളൂ. അതൊക്കെ നിലനിൽക്കണമെങ്കിൽ പ്രകൃതിയെ അതിന്റെ തനിമയോടുകൂടി നിലനിർത്തണം. പ്രകൃതി ഈശ്വരിയായി കാണണം. നമ്മുടെ വനദേവത എന്നാണ് നമ്മുടെ പൂർവികന്മാർ പറഞ്ഞത്. അതൊരു ദേവതയാണ്. കടലിനെ കടലമ്മ എന്നാണ് വിളിച്ചത്. അത് മലിനമാക്കാൻ പാടില്ല. ഈ പ്രകൃതിയെല്ലാം ഈശ്വരിയായാണ് കാണുന്നത്. വനദേവതമാരെ നിങ്ങളും ഉണ്ടോ കണ്ട വനജോശ്രീയായ സീതയെ തന്നിതാനും എന്ന് പറഞ്ഞാണ് സീതയെ അന്വേഷിച്ചുകൊണ്ട് രാമനെല്ലാം നടക്കുന്നത്. ഇവരെ എല്ലാവരെയും ഈശ്വരിയായി കാണുന്ന, ദേവതയായി കാണുന്ന ഒരു കാഴ്ചപ്പാട് നമ്മുടേതാണ്. അതുകൊണ്ട് നമ്മൾ പ്രകൃതിയെ നിലനിർത്തണം, പരിസ്ഥിതിയെ നിലനിർത്തണം. ഒരു ജൂൺ 5 ഒരു മരം നട്ടതുകൊണ്ട് കാണപ്പാട് തീരുന്നില്ല. ഇതിനെ അമ്മയായി കണ്ടതിനെ സംരക്ഷിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. അങ്ങനെ പരിസ്ഥിതി സംരക്ഷണവും വളരെ പ്രധാനപ്പെട്ടതാണ്. സ്വദേശി മുതൽ പരിസ്ഥിതി സംരക്ഷണം വരെയുള്ള, സാമാജിക സമരസത മുതൽ കുടുംബ പ്രബോധനം വരെയുള്ള പൗരബോധമടക്കമുള്ള കാര്യങ്ങൾ ഓരോരുത്തരും ഗ്രാമാന്തരങ്ങളിലും നഗരാന്തരങ്ങളിലും നമ്മുടെ ജീവന്റെ തുടിപ്പായി, നമ്മുടെ ആദർശബോധമായി, നമ്മുടെ മുൻഗണനയായി, നിശ്ചയദാർഢ്യമായി, നമ്മുടെ ജീവിതത്തിന്റെ ഈടുവപ്പായി, മുൻഗണനയായി നമ്മൾ ആചരിക്കുന്ന സമയത്താണ് നമ്മളൊരു യഥാർത്ഥ ഭാരതീയ പൗരനായിട്ട് മാറുക. ആ കാഴ്ചപ്പാടും വളർത്തിയെടുക്കണം. സംഘം ജന്മശതാബ്ദിയോടനുബന്ധിച്ച് വൻ പരിപാടികൾ നടത്തി, ഭയങ്കര വെടിക്കൊട്ടൊക്കെ നടക്കുന്നത് പോലെ ഗംഭീരമായി എന്ന് പറഞ്ഞ് അലസരാകാനല്ല, നേരെ മറിച്ച് ഓരോ ഗ്രാമത്തിലും ഓരോ പ്രദേശത്തുമുള്ള രാഷ്ട്രാത്മാവിന്റെ സചേതനത്വത്തെ കുലുക്കി ഉണർത്തിക്കൊണ്ട് ഈ രാഷ്ട്രത്തെ അതിന്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക്, വൈഭവത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ഈ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് നമ്മൾ ആരംഭിക്കുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്.
നമ്മുടെ ശക്തിപീഠം എന്താണ്, നമ്മുടെ കരുത്ത് എവിടെയാണ്, ഈ സ്വഭാവശുദ്ധി എവിടുന്നാണ് ഉണ്ടായത്, ഈ വീര്യമനോഭാവം എവിടുന്നാണ് നമ്മൾ ആർജിച്ചത്? അത് സംഘസ്ഥാനത്ത് നിന്നാണ്. സംഘസ്ഥാനം എന്ന് പറയുന്നത് അത് ഹിന്ദുസ്ഥാനത്തിന്റെ ഒരു മാതൃകാ രൂപമാണ്. അവിടെ നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ യുവാക്കൾ, നമ്മുടെ കിഷോരന്മാർ അവരെല്ലാവരും ഒരുമിച്ച് ചേർന്ന് കളിക്കുകയും പാടുകയും ദേശഭക്തി ഗാനങ്ങൾ ആലപിക്കുകയും ഒരുമിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന ഒരുമയുണ്ട്, അതിലൂടെ ഉണ്ടാകുന്ന കരുത്തുണ്ട്, അതിലൂടെ ഉണ്ടാകുന്ന ലക്ഷ്യബോധവും ദേശീയ ബോധവുമുണ്ട്. അതിനെല്ലാം വളർത്തിയെടുക്കുന്ന ശക്തി കേന്ദ്രങ്ങളാണ് ശാഖകൾ എന്ന് പറയുന്നത്. ആ ശാഖകളെ ഗ്രാമാന്തരത്തിൽ ശക്തിപ്പെടുത്തുക, കരുത്താക്കുക എന്നുള്ളതാണ്. പഴയ തലമുറയിൽപ്പെട്ടവർ പുതിയ തലമുറയിലുള്ളവർ സംഘപ്രവർത്തനം ചെയ്യുന്നത് പുതിയ കുട്ടികളാണ്, പുതിയ തലമുറയാണ്. നേരത്തെ വ്യക്തിഗതം പാടിയത് വളരെ മനോഹരമായി ആലപിച്ച ആ സ്വയം സേവകൻ ഒരു കിഷോര സ്വയം സേവകനാണ്. അമൃതവചനം പറഞ്ഞ സ്വയം സേവകൻ അടുത്ത തലമുറയുടെ നമ്മുടെ ഒരു വാഗ്ദാനമായാണ് ആ അമൃതവചനം ഇവിടെ പറഞ്ഞത്. നമ്മുടെ പ്രതീക്ഷകളാണത്, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ ഭാവി പ്രതീക്ഷകളാണ്. ഈ നാടിനെ നാളെ നയിക്കേണ്ടവരാണ്. അങ്ങനെ നയിക്കേണ്ടവരാണ് ഇന്ന് സംഘസ്ഥാനത്തെ നിയന്ത്രിക്കുന്നവർ. അവർക്ക് കരുത്തായി, അവർക്ക് തണലായി, അവർക്ക് പ്രേരണയായി, അവർക്ക് അനുഗ്രഹമായി മുതിർന്നവർക്ക് മാറാൻ സാധിക്കണം. അവരെ കൈപിടിച്ച് വളർത്തിക്കൊണ്ടുവരണം. അങ്ങനെ ഓരോ സ്ഥലത്തും കാര്യകർത്താക്കളുടെ പുതിയ ഒരു തലമുറ വളർന്നു വരേണ്ടത്. ഇലയും നടരും നേരം വിടരും മറ്റൊന്നതിനെ പിന്തുടരാൻ. അതിനാൽ വൻമരം എന്നും വളരും, തണലും പാന്തന് തണലേകാൻ, തളർന്നു പോകുന്ന യാത്രക്കാരന് തണലേകാൻ ഇലകൾ കൊഴിഞ്ഞു വീഴുമ്പോഴും പുതിയ ഇലകൾ വന്നുകൊണ്ട് അങ്ങനെ മരങ്ങൾ വളർന്നു വരേണ്ടതുണ്ട്. സ്വയം സേവകന്മാർ സമൂഹത്തിൽ വേരുകളാർത്തണം. അങ്ങനെ വേരുകളാർത്തി നമ്മുടെ ഭാവശുദ്ധി വളരുമ്പോൾ നാളെ അതൊരു വസന്തമായി മാറും. ആ വസന്തം മറ്റുള്ളവർക്ക്, അവർക്ക് കരളിന് കുളിർമയും കണ്ണിന് കർപ്പൂരവുമായി മാറണം. അവർക്ക് ആശ്വാസം വിശ്വാസമായി മാറണം. ആ നിലയിൽ നമ്മൾ സ്വയം സേവകന്മാർ സമൂഹത്തിന്റെ ആശയാകണം, അവരുടെ പ്രേരണയാകണം. നമ്മുടെ വിവിധ തലത്തിലുള്ള പ്രവർത്തനങ്ങളുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാഭാരതിയുണ്ട്. സേവന രംഗത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രസ്ഥാനമായി സേവാഭാരതി മാറിയിരിക്കുകയാണ്. എല്ലാ രംഗത്തും നമ്മുടെ പ്രസ്ഥാനം ഒന്നാം സ്ഥാനത്തേക്ക് മുന്നോട്ട് പോവുകയാണ്. സമർപ്പിതരായ ത്യാഗികളായ സ്വയം സേവകന്മാരുടെ സമർപ്പിതമായ ത്യാഗപൂർണമായ പ്രവർത്തനം കൊണ്ടാണ് ഇതെല്ലാം നേടിയെടുത്തത്. അവരുടെ ആശീർവാദം വാങ്ങിക്കൊണ്ട് പുതിയ തലമുറ അവരെ മാതൃകയായിക്കൊണ്ട് അനുസന്ധാനം ചെയ്തുകൊണ്ട് നമ്മൾ വെച്ചടി വെച്ച് അവരെ പിന്തുടർന്നുകൊണ്ട് വിജയ വൈജയന്തി പറിക്കാൻ വേണ്ടി, അരുണ പതാക പറിക്കാൻ വേണ്ടി ഓരോ ഗ്രാമത്തിലും നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട്, കഠിനമായി പരിശ്രമിക്കേണ്ടതുണ്ട്. അങ്ങനെ പരിശ്രമിച്ച് ഓരോ ഗ്രാമവും രാഷ്ട്രഭക്തന്മാരുടെ നെടും കോട്ടകളായി, രാഷ്ട്ര ശത്രുക്കൾക്ക് ഭേദിക്കാൻ സാധിക്കാത്ത പൊന്നാപുരം കോട്ടകളായി ഓരോ ഗ്രാമത്തെയും നമ്മൾ മാറ്റേണ്ടതുണ്ട്. രാഷ്ട്രത്തിനെതിരെ ശബ്ദിക്കാൻ ഒരാൾക്കും സാധിക്കാത്ത രീതിയിൽ രാഷ്ട്രഭക്തന്മാരുടെ ഒരു വലിയ ശൃംഖല രാജ്യം മുഴുവൻ ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ ഉണ്ടാക്കിയാൽ ഈ നാടിനെ വെല്ലുവിളിക്കാൻ, ഈ നാടിനെ ഇല്ലാതാക്കാൻ ഒരു ശത്രുവിനും സാധ്യമല്ല. ആ നിലയിലുള്ള ഒരു പരിശ്രമമാണ് സംഘം ആരംഭിക്കുന്നത്. അതിന് മുഴുവൻ ആളുകളുടെയും പിന്തുണ നമുക്ക് ആവശ്യമുണ്ട്. രാജ്യത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളെയും നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്, കണ്ണി ചേർക്കേണ്ടതുണ്ട്, കൊരുത്ത് കൂട്ടേണ്ടതുണ്ട്, കരൾ ചേർക്കേണ്ടതുണ്ട്, അവരുടെ മനസ്സിനെ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. അങ്ങനെ നമുക്ക് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന നിരവധി പ്രവർത്തനങ്ങൾ വരാൻ പോവുകയാണ്. ഈ വരാൻ പോകുന്ന 11-ാം തീയതി മുതൽ ഒക്ടോബർ മാസം അവസാനം വരെ നമ്മൾ ഭാരതത്തിലെ മുഴുവൻ വീടുകളും സമ്പർക്കം ചെയ്യുകയാണ്. ഒരു ഭേദവ്യത്യാസമില്ലാതെ മുഴുവൻ ആളുകളെയും കാണുകയാണ്. എന്താണ് സംഘം? സംഘത്തെ കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷ എന്താണ്? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കേൾക്കാൻ, സംഘത്തെ പരിചയപ്പെടുത്താൻ വേണ്ടിയുള്ള സമ്പർക്കമാണ്. മുഴുവൻ ആളുകളും ആ പ്രവർത്തനത്തിൽ നമ്മൾ പങ്കെടുക്കണം. ആ ബാലവൃദ്ധം ആളുകളും നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ആ പ്രവർത്തനത്തിൽ പങ്കാളികളാകേണ്ടതുണ്ട്. ജനുവരി മാസം നമ്മൾ പഞ്ചായത്ത് തലത്തിൽ വലിയ ഹിന്ദു സമ്മേളനങ്ങൾ നടത്താൻ പോവുകയാണ്. അത്യുജ്വലമായ പരിപാടികൾ നമ്മൾ ഒരുമയുടെ കേന്ദ്രമായി വലിയ സംഭവമായി മാറാൻ പോവുകയാണ്. പിന്നെയും നിരവധി കാര്യക്രമങ്ങൾ വരാൻ പോകുന്നുണ്ട്. അവയിലെല്ലാം നമ്മൾ എല്ലാവരുടെയും പങ്കാളിത്തം സംഘം പ്രതീക്ഷിക്കുകയാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ജന്മശതാബ്ദിയിൽ നമ്മൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ഏറ്റവും അവസാനത്തെ അടിയടിക്കാൻ പോവുകയാണ്. ആദ്യത്തെ അടിയൊക്കെ അടിക്കുമ്പോൾ നമുക്ക് നിരാശയായിരുന്നു. പക്ഷെ ഏറ്റവും അവസാനത്തെ അടി എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ പ്രതീക്ഷാ നിർഭരമായ കാത്തുകൊതിച്ച ഒരു സുദിനത്തിന് വേണ്ടിയുള്ള പരിശ്രമമാണ്. ആ പരിശ്രമം നമ്മുടെ നന്മയ്ക്ക് വേണ്ടി, രാഷ്ട്ര നന്മയ്ക്ക് വേണ്ടിയുള്ള പരിശ്രമമാണ്. നമ്മളൊരു കരിമ്പാറ അടിക്കുമ്പോൾ 1-ാമത്തെ അടിക്കും, 12-ാമത്തെ എത്തും, 25-ാമത്തെ അടിക്കും, അത് പറ്റില്ല. ഒരു 100-ാമത്തെ അടിയാകുമ്പോഴേക്കാണ് ചിലപ്പോൾ പാറ പിളരാൻ പോവുകയാണെന്നുള്ള ഒരു ശബ്ദ വ്യത്യാസം ഉണ്ടാവുക. ഒരു 105-ാമത്തെ അടിയിലാണ് പാറ പിളരുക. 105-ാമത്തെ അടിയിലാണ്. ആദ്യം മുതലേയുള്ള അടി കൊണ്ടാണ് 105-ാമത്തെ അടിയിൽ ഇത് പിളരുന്നത്. ആദ്യം മുതലേയുള്ള പ്രവർത്തനം കൊണ്ടാണ് അസ്ഥിവാരം ഉണ്ടായത്. ആദ്യം മുതലേയുള്ള കഷ്ടപ്പാട് കൊണ്ടാണ് ഈ മാറ്റം ഇവിടെ ഉണ്ടാക്കിയത്.
അതിന്റെ ബലത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം നമ്മുടെ ഈ കണ്ണുകൊണ്ട്, ഇതേ മെയ്യും കണ്ണും കൊണ്ട് കാര്യപൂർത്തി നേടാൻ സാധിക്കണമെന്ന പ്രാർത്ഥനയോടുകൂടി ചെയ്യേണ്ടതെന്തോ അത് അമ്മയ്ക്ക് വേണ്ടി, രാഷ്ട്രത്തിന് വേണ്ടി ചെയ്യാൻ വേണ്ടി സമ്പൂർണമായി സമർപ്പിക്കുക എന്ന പ്രതിജ്ഞയോടുകൂടി ഈ വിജയദശമി പരിപാടി കഴിഞ്ഞ് തിരിച്ചു പോകാൻ നമുക്ക് സാധിക്കട്ടെ എന്നാണ് സംഘത്തിന് എല്ലാ സംഘബന്ധുക്കളുടെയും സ്വയം സേവന്മാരുടെയും മുമ്പാകെ വെക്കാനുള്ള അർത്ഥപൂർണമായ സന്ദേശം.